to all, and today we are going to take Unit 10, E-Governance and Urban Development. Okay, Unit 10 ആണ് E-Government and Urban Development. So the important topics covered under this is that Urban Mission Mode Project under National Electronic Governance Plan. Okay, അതായത് നാഷണൽ ഇലക്ട്രോണിക് ഗവേണൻസ് പ്ലാനാണ് NEGP എന്ന് പറയുന്നത്. യെസ്, ICT ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ, അതിനൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ, ഇലക്ട്രോണിക് ഗവേണൻസ് പ്രൊജക്ട്സ് ഇൻ അർബൻ ഏരിയാസ്. ഇത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിറ്റിയിലാണ്. ഇതുവരെ ഇന്നലത്തെ വരെ നമ്മൾ റൂറലിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ വരുന്നു അർബൻ സിറ്റി. അർബൻ ഏരിയസിലത്തെ കാര്യമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇതുവരെ നമ്മൾ സംസാരിച്ച് റൂറൽ ഏരിയയിലത്തെയാണ്. അപ്പൊ ഇനി അർബൻ. ഓക്കെ, സോ അവിടെ എങ്ങനെയാണ് ഇലക്ട്രോണിക് ഗവേണൻസ് നടക്കുന്നത്, അവിടുത്തെ പ്രൊജക്ട് എങ്ങനെയാണ്, ഏതെല്ലാം ഗവേണൻസ് ഏത് വിധത്തിലാണ് ഇലക്ട്രോണിക് ഗവേണൻസ്, അതിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. പിന്നെ സ്മാർട്ട് സിറ്റീസ് മിഷൻ, എന്താണ് സ്മാർട്ട് സിറ്റീസ്, എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്, എവിടെയെല്ലാം അത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് യൂണിറ്റ് 10-ലെ മെയിൻ ആയിട്ടുള്ള സൈലന്റ് ഫീച്ചേഴ്സ്. അപ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഇതാണ്. സെൻട്രൽ ടു ദ കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻസ് ഈ ദ ഡിപ്ലോയ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ അർബൻ ഏരിയാസ്. സിറ്റിയിലെ എങ്ങനെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് ഈ ICT ഇംപ്ലിമെന്റ് ചെയ്യാം, അതിനെ പറ്റിയിട്ടാണ്. നമുക്ക് സിറ്റിയിൽ പല കാര്യങ്ങളുണ്ടല്ലോ, അത് എന്തൊക്കെയാന്ന് പറയാം. ഹൈ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഈസ് റിക്വയർഡ് ഇൻ സിറ്റി. അതായത് സിറ്റിയിൽ നമ്മളിതൊക്കെ ചെയ്യണമെച്ചാലേ എത്രയോ വലിയ വലിയ ടവർ, ടെലിഫോൺ, വിദേശ സഞ്ചാർ നിഗം, അതേമാതിരിയുള്ള ഓരോ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷന്റെ ആവശ്യമാണ്. BSNL, ഇതിൻ്റെയൊക്കെ ഇല്ലേ വലിയ 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 വെരി ഫാസ്റ്റ് ആയിട്ടുള്ളതും പിന്നെ നാഷണൽ ഇന്റർനാഷണൽ കണക്ഷൻസും ഒക്കെ അത്യാവശ്യമാണ്. സോ ഇതിന് ഇൻവെസ്റ്റ്മെന്റ് കണ്ടമാനം വേണമല്ലോ, കണ്ടമാനം ഇൻവെസ്റ്റ്മെന്റ് വേണം ഇതിന്. അതായത് കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 2G 5G വാട്ടർ ഇതറിയുന്നു, അത് എന്തൊക്കെയാണ് ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് അറിയാം. കാരണം ഇൻവെസ്റ്റ്മെന്റ്, ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ദെയർ ഫോർ ഇംപ്ലിമെന്റിംഗ് ദിസ്. സോ വെൽ കണക്റ്റഡ് ഫേംസ്, അതായത് എല്ലാം വെൽ കണക്റ്റഡ്. നമുക്കിപ്പോ വളരെ വളരെ സുത്യർഹമായ ഇതാണല്ലോ, എല്ലാം വെൽ കണക്റ്റഡ് ആണല്ലേ, എല്ലാം കംപ്ലീറ്റ്. ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഗവൺമെന്റ് സർവീസ് ആയിക്കോട്ടെ, ഏതെല്ലാം വെൽഫെയർ സ്കീംസ് ആയിക്കോട്ടെ, അതെല്ലാം ഇലക്ട്രോണിക്സ് വെൽ കണക്റ്റഡ്. ഓക്കെ, സോ ICT ഡ്രിവൺ ബെനിഫിറ്റ്സ്, അതുകൊണ്ട് വളരെയധികം ബെനിഫിറ്റ് ഉണ്ട്. ഡിലേ ഈസ് നോട്ട് ദർ ആൻഡ് ഇമീഡിയറ്റ്ലി ഗവൺമെന്റ് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതാണ് വേറൊരു കാര്യം. ഓക്കെ, സോ ICT ഡ്രിവൺ ബെനിഫിറ്റ്സ് ടു അർബൻ ഏരിയ. അർബൻ ഏരിയ പറഞ്ഞാൽ പോപ്പുലേഷൻ കൂടുതലായിരിക്കും അവിടെ. നമ്മുടെ വില്ലേജ് പറഞ്ഞാൽ അത് കുറച്ചും കൂടി ഈസിയാണ്. അർബന്റെ സ്ഥിതി ഒന്നും ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുംബൈ സിറ്റിയിലത്തെ പോപ്പുലേഷൻ തന്നെ 1 കോടി 30 ലക്ഷം 40 ലക്ഷം ജനങ്ങളിട്ടുണ്ട്. എത്ര എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ എത്ര. പണ്ട് 1 കോടി 20 ലക്ഷം 30 ലക്ഷം ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെ എത്തിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഗ്രേറ്റർ ബോംബെ, അപ്പോഴത്തെ മുംബൈ, അതിന്റെ ബഡ്ജറ്റ് ഉണ്ടല്ലോ, ഇയർലി ബഡ്ജറ്റ്, ഉത്തർപ്രദേശ് ഗവൺമെന്റിനേക്കാളും കൂടുതൽ വലിയ ബഡ്ജറ്റാണ് ആ കോർപ്പറേഷന്റെ. ഉത്തർപ്രദേശ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി, അതിന്റെ ഒരു കൊല്ലത്തെ ബഡ്ജറ്റ് ഉണ്ടല്ലോ, ആ ബഡ്ജറ്റിനേക്കാളും മീതെയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ബോംബെ പറഞ്ഞപ്പോഴത്തെ മുംബൈ കേട്ടോ, അതിന്റെ ബഡ്ജറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ അത്ര വളരെ വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ബോംബെ. അപ്പൊ എന്താ പറയുക, അവിടേക്കാണ് ഇതൊക്കെ ഇലക്ട്രോണിക്സിന്റെ എന്തെല്ലാം, അത് ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം, അല്ലാണ്ട് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിപ്പോ എവിടെയായിക്കോട്ടെ, ബോംബെയിലത്തെ എവിടെയെങ്കിലും, ചെന്നൈയിലായിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ, എവിടെയായിക്കാലും നമ്മൾ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് വെച്ചാൽ യു ടു ഇൻവെസ്റ്റ് എ ലോട്ട് ഫോർ ദാറ്റ്. ഗവൺമെന്റ് റിക്വയർസ് മണി. ഗവൺമെന്റിന്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല ചിലപ്പോ. അതുകൊണ്ടാണ് പലതും ചില സമയത്ത് പല ഗവൺമെന്റിന്റെ പ്ലാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ ഇത് നമ്മളെ വിൽക്കുന്നുണ്ട്. അതേമാതിരി പറഞ്ഞോളൂ, ഈ 5G മറ്റേതൊക്കെ ഉണ്ടല്ലോ, പല സ്പെക്ട്രം മറ്റേതൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ ഓരോരുത്തർ പാർട്ടിക്ക് വിറ്റ് അങ്ങനെ പൈസ കിട്ടിയിട്ട് അത് പിന്നെ ഫർദർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ജനങ്ങളുടെ ഉപകാരണത്തിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്നു. ഓക്കെ,
സോ ICT ഡ്രിവൺ ബെനിഫിറ്റ് ടു അർബൻ ഏരിയ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ അതേ പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റും വേണമല്ലോ. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നോക്കൂ, ഇലക്ട്രോണിക്സിന്റെ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ കണക്ഷൻ, പഞ്ചായത്ത്, ഇതൊക്കെ വെൽ കണക്റ്റഡ് ആയിരിക്കണം കംപ്ലീറ്റ്. അപ്പൊ ഇവിടെ നോക്കിയുള്ളൂ കെ ഫോൺ കേരള, ഓക്കെ, കെ ഫോൺ കേരള ഗവൺമെന്റിന്റെ അല്ലേ. അപ്പൊ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പല പല വിധത്തിലുള്ള പ്ലാൻ ഉണ്ട്, ഓരോരോ സ്റ്റേറ്റിലുണ്ട്. നോട്ട് ഓൺലി കേരള. എവറി സ്റ്റേറ്റ് ഹാസ് അവരുടേതായ പല ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് ഉണ്ട്. അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം, പൈസ വേണം, ലാൻഡ് വേണം, ഹ്യൂമൻ റിസോഴ്സസ് വേണം, എല്ലാം വേണം. സോ e-governance in urban development, government of India have provided institution. പിന്നെ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നില്ല, സെൻട്രൽ ഗവൺമെന്റ് പല ഫണ്ട് തരുന്നുണ്ട്. ഇപ്പൊ സ്മാർട്ട് സിറ്റി ഒക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അതേമാതിരി നമ്മുടെ സിറ്റി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും, അതേമാതിരി ഡ്രെയിനേജ്, ഇതൊക്കെ പല ഗവൺമെന്റിന്റെ സ്കീമുണ്ട്. അത് പ്രോപ്പറായിട്ട് സത്യസന്ധയോടുകൂടി ഇംപ്ലിമെന്റ് ചെയ്യണം. പൈസയൊക്കെ വരുന്നുണ്ട് കംപ്ലീറ്റ്, മനസ്സിലായില്ലേ? ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പല പൈസയും തരുന്നത്, പക്ഷെ അത് എങ്ങനെ ചില സമയത്ത് ചെലവഴിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. കാരണം ചില സമയത്ത് റോഡ് ടാർ ഇടണം വിചാരിക്കാൻ, നാഷണൽ ഹൈവേ, അതിനുള്ള സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതേമാതിരി ടാറൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ സ്ഥിതി ഇപ്പോൾ കുണ്ടും കുഴിയും, എത്രയോ മരണം നടക്കുന്നു. അതേമാതിരി ആയിരിക്കും. കാരണം അത് ടാറിട്ട് അപ്പുറത്തെ എത്രയും മുമ്പ് ഇവിടുത്തെ ടാർ പോകും. അപ്പൊ അത് സ്പെസിഫിക്കേഷൻ പ്രകാരം ഒരു അഴിമതി ഇല്ലാതെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് എത്രയോ നാഷണൽ ഹൈവേ, എത്രയോ വർഷം ഏറ്റവും കൂടുതൽ ട്രാഫിക് അതിൽ കൂടെ ഓടിയിട്ട് ഒരു കുഴപ്പം വരാത്ത എത്ര നാഷണൽ ഹൈവേ ഉണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ നാഷണൽ ഹൈവേ ഉണ്ട്, റോഡിന് ഒരു ഇതും വരാതെ ഒരു ഭാഗം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, റോഡ് ഇത് നമ്മളെ അതിന് മുമ്പേ കുഴി കുത്തും, വാട്ടർ സപ്ലൈ. അപ്പുറത്ത് നമ്മളിത് ഹൈവേ ഉണ്ടാക്കും, ഇപ്പുറത്ത് അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കും, ഇപ്പുറത്ത് കുഴി കുത്തും. എന്നിട്ട് ആ കുഴി അടക്കില്ല. അങ്ങനെയുള്ള എത്രയോ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? അപ്പൊ എല്ലായിടത്തും, ഇവിടുത്തെ മാത്രമല്ല, എത്രയോ കണ്ടു നിങ്ങള്. പിന്നെ ടോട്ടൽ ഈ കുഴിയിൽ വീണ്ടും മരിച്ചവരെ കണ്ടു. പിന്നെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ടോട്ടൽ ഇന്ത്യയിൽ നാഷണൽ ഹൈവേയിലൊക്കെ ആയിട്ട് വേറെ എവിടെ ആയിക്കോട്ടെ കുഴി. അപ്പൊ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണം. അപ്പൊ ഗവൺമെന്റ് ഫണ്ട് ഷുഡ് ബി യൂട്ടിലൈസ് ഇൻ എ പ്രോപ്പർ വേ. അത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്, കോൺട്രാക്ടറുടെ ഉത്തരവാദിത്തമാണ്, PWയുടെ മിനിസ്റ്ററുടെ ഉത്തരവാദിത്തമാണ്. അല്ലാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഉത്തരവാദിത്തം ഷോൾഡർ ഇത് ചെയ്യുക, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ പണിയാണ്, ഇത് നാഷണൽ ഹൈവേയുടെ ഡ്യൂട്ടിയാണ്, സെൻട്രൽ ഗവൺമെന്റ്, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡ്യൂട്ടിയാണ്, ഇത് വില്ലേജിൽ അടങ്ങി. അതല്ല അൾട്ടിമേറ്റ്ലി എന്താണത്? അതായത് ജനങ്ങളോട് കടപ്പാടില്ലേ നിങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള നമ്മളിത് വളരെയധികം പ്രോപ്പറായിട്ട് യൂട്ടിലൈസേഷൻ വേണം. So Government of India has provided institutional, infrastructural, financial support in designing, developing e-governance solutions for most of the urban problems. Government of India, National Informatics Center, ഇതിന്റെയൊക്കെ പല പല സഹായങ്ങളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നുണ്ട് സ്റ്റേറ്റിന്. നിങ്ങൾ അത് ചെയ്യും. അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് കണ്ടുപോകാനും സേവ് ചെയ്യാം. പ്രോംപ്റ്റ് സർവീസ്, ഡിലേ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടല്ലോ. ടൈമിലി നമുക്ക് സപ്ലൈ ഇൻഫർമേഷൻ, എവരിതിങ് ഈസ് അവൈലബിൾ അല്ലേ? ഇപ്പൊ നമ്മളെ ഇവിടെ നടക്കുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് അവിടെ നമുക്കറിയാം ഡൽഹിയിൽ എന്താണെന്ന്. അല്ലെങ്കിൽ അമേരിക്കയിൽ ഒരു ബോംബ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊട്ടിയിട്ട് ഇവിടെ കാണാൻ 5 മിനിറ്റ് കൊണ്ട് എത്തും, വെറും ഇൻഫർമേഷൻ കിട്ടുക. അതെങ്ങനെയത്? കമ്മ്യൂണിക്കേഷൻ, അതായത് റെവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. യുക്രൈനിൽ ഒരു ബോംബ് ഇടുമ്പോഴേക്ക് അത് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ കാണാം, അല്ലേ? അപ്പൊ എല്ലായിടത്തും ഭൂമി കുലുക്കം നമുക്ക് അതേ പ്രകാരം നമുക്ക് കാണാം. എങ്ങനെ സഹിക്കുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ്, ടെക്നോളജി ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ. അപ്പൊ അർബന്റെ പ്രശ്നം എന്താണ്? പോപ്പുലേഷൻ. അർബന്റെ പോപ്പുലേഷനിലെ അവിടെ അപ്പോൾ എന്തുണ്ട്, ജനങ്ങൾ കൂടി താമസിക്കുമ്പോൾ റൂറൽ ഏരിയയിൽ നിന്ന് പലരും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അർബൻ ഏരിയയിലേക്ക്. കാരണം ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെന്റ്. റൂറൽ ഏരിയയിൽ എന്താ പറ്റുന്ന വെച്ചാൽ കർഷകർക്ക് 6 മാസമേ ജോലിയുള്ളൂ. കാരണം അത് കഴിഞ്ഞാൽ ജോലിയില്ല, അവർ വെറുതെ ഇരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കൃഷി ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം വേണം. വെള്ളം എപ്പോഴും മഴ പെയ്യില്ലല്ലോ. അപ്പോൾ അവർ ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. വേറൊരു വിത്ത് ഇടാൻ പറ്റില്ല നിലത്ത്, അല്ലെങ്കിൽ വേറൊരു കൃഷി ചെയ്യാനുള്ള വെള്ളം ഉണ്ടാവില്ല അവിടെ. ഇപ്പൊ നമുക്ക് ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് മഹാരാഷ്ട്ര, ഈസ്റ്റേൺ മഹാരാഷ്ട്ര, സവാള, ഇതൊക്കെ ഉണ്ട്. അതൊരു ടൈമിൽ ക്ലൈമറ്റിലല്ലേ പറ്റും. അത് കഴിഞ്ഞത് ചെയ്യും, അവിടെ ഇടാൻ പറ്റുമോ? വെള്ളം വേണ്ടേ, നനയ്ക്കാൻ വെള്ളം വേണ്ടേ? അവിടെ ഇല്ല. അതേമാതിരി ആന്ധ്രാപ്രദേശിന്റെ സെറ്റൻ പാർട്ട്, ശ്രീകാകുളം ഡിസ്ട്രിക്ട് ഇൻ ആന്ധ്രാപ്രദേശ്,
അങ്ങനെയുള്ള ചില ഏരിയസ് ഉണ്ട്, വാറങ്കൽ, തെലുങ്കാന, അതൊക്കെ വരെയുള്ള ചില ക്ലൈമറ്റിക് ഇതുണ്ട്. അപ്പോൾ കർഷകരെ എന്താ ചെയ്യുന്ന വെച്ചാൽ 6 മാസം ജോലി ചെയ്യും, 6 മാസം ചിലപ്പോൾ ശമ്പളം ഇതുണ്ടാവില്ല. അപ്പൊ എന്തുണ്ട്, ദേ യൂസ് ടു മൈഗ്രേറ്റ് ടു ദി ടൗൺ ഓർ സിറ്റി. അപ്പൊ എന്നിട്ട് സിറ്റി ഹാസ് ബിക്കം വെരി കൺജസ്റ്റഡ്. സിറ്റിയിൽ ആളുകൾ പോകുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള വീട് വേണം, എല്ലാ ഫെസിലിറ്റീസും വേണം, കുട്ടികളൊക്കെ പഠിക്കാനുള്ള സൗകര്യം വേണം, കോളേജത്തൊക്കെ ട്രാൻസ്പോർട്ടേഷൻ വേണം, വേണ്ടേ, പ്രൈമറി ഹെൽത്ത് സെന്ററും ഹോസ്പിറ്റൽസും ആവശ്യമാണ്, എന്തെല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതൊക്കെ ചെയ്യേണ്ടി വരും, അതിനേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ്, അർബൻ മിഷൻ മോഡ് പ്രൊജക്ട്സ് അണ്ടർ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ, NEGP, നാഷണൽ അതായത് അർബൻ മിഷൻ, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചാൽ, മിഷൻ മോഡ് പ്രൊജക്ട് MMPS, മിഷൻ മോഡ് പ്രൊജക്ട് MMPS are owned and spearheaded by various line ministry. എന്താ ലൈൻ മിനിസ്ട്രി നോക്കൂ, അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രി, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഹോം മിനിസ്ട്രി, കോൾ മിനിസ്ട്രി, അതേമാതിരി അങ്ങനെ ഓരോ അഗ്രികൾച്ചറൽ മിനിസ്ട്രി, ഇതാണ് ലൈൻ മിനിസ്ട്രീസ്. അപ്പൊ ഇവരുടെയൊക്കെ സഹായം ദ റിലേഷൻ ഷുഡ് ബി ദേർ അക്രോസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. പിന്നെ സെൻട്രലും സ്റ്റേറ്റും നല്ല റിലേഷൻ ആയിരിക്കണം. ഫെഡറൽ സിസ്റ്റമാണ്. കാരണം ഇപ്പൊ പറയാം, നമ്മുടെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ പറയണം, നിങ്ങളെ കോവിഡിൽ ഈ വാക്സിനേഷൻ എടുക്കണം, ഇന്ന മരുന്ന് ഇന്ന സമയത്ത് വരുന്നത്, ആ സമയത്ത് നമ്മൾ ഫോളോ ചെയ്യണം, സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് വാൺ ചെയ്യണം, ഇതാ അവിടെ സൈക്ലോൺ വരും, ഫിഷർമാൻ വെള്ളത്തിൽ പോരുത്, മറ്റേ കടലിൽ പോരുത്. ഞങ്ങളുടെ ഫിഷർമാൻ കടലിൽ പോകുമ്പോൾ പറഞ്ഞാൽ എന്തായിരിക്കും തിരിച്ചു വരില്ല. അപ്പോൾ there should be a relation between central and state, and it is there already. Fortunately, we are having very good relation with all, state government and central government, and they are all nicely interacting with the center, and center is also interacting with the state. These are all required actually. കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ വെൽഫെയർ സ്റ്റേറ്റ് ആണ് ഇന്ത്യ. അപ്പൊ സെൻട്രലിന്റെ എല്ലാ സെൻട്രലിന്റെ ഏത് പോളിസിയാണ് സെൻട്രൽ വേണ്ടെന്ന്, സ്റ്റേറ്റ് ഗവൺമെന്റ് വേണ്ടെന്ന് പറയാ? ഒരു മിനിറ്റ്, മഹാത്മാഗാന്ധി നമ്മുടെ എംപ്ലോയ്മെന്റ് സ്കീം ഉണ്ട്, അത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ പിന്നെ പഞ്ചായത്താണ്. ഇത് വേണ്ടെന്ന് പറയുമോ? എംപ്ലോയ്മെന്റ് കൊടുക്കുന്നില്ല. ഇത് വാക്സിനേഷൻ, ഫ്രീ വാക്സിനേഷൻ ചെയ്യണം പറയുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ്, വേണ്ടെന്ന് പറയാൻ പറ്റുമോ? വാക്സിനേഷൻ എന്തിനാ? പിന്നെ പോളിയോ തുള്ളി, നമ്മുടെ പോളിയോ കുട്ടികൾക്ക് കൊടുക്കണം പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് പറയണ്ട, നമ്മൾ പറയാം സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കണ്ട എന്ന് പറയാൻ പറ്റുമോ? മലേറിയ, ടൈഫോയിഡ്, ഇതേമാതിരിയുള്ള ഓരോ കാര്യങ്ങളില്ലേ, എല്ലാം പാലിച്ചേ പറ്റൂ. കാരണം സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ വേണം. അപ്പൊ ഇല്ലെങ്കിൽ എന്താ സ്ഥിതി, ഒരു നേച്ചുറൽ കലാമിറ്റി വരണ സമയത്ത് അവിടെ റാപ്പിഡ് ആംഡ് ഫോഴ്സ്, അതേമാതിരി നാഷണൽ കലാമിറ്റി ഇത്, അവരുടെ ഫണ്ട്, അതേമാതിരി അവിടുത്തെ ഫോഴ്സ്, എയറോപ്ലെയിൻ, ഹെലികോപ്റ്റർ, ഇതെല്ലാം ആവശ്യമാണ്. സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സ്, CRPF, ചിലപ്പോൾ മിലിറ്ററി, ചിലപ്പോൾ നേവി വേണ്ടി വരും. മനസ്സിലായില്ലേ? നേവിയാണ് നമ്മുടെ കേരളത്തിലെ ഏതാനും 2-3 വർഷം വെള്ളത്തിലും നേവിയാണ് ഓരോരുത്തർ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ വെള്ളത്തിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവര് പ്രസവിച്ചതൊക്കെ. അപ്പൊ എല്ലാ സഹായം നമ്മള് സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വി ആർ വെരി വെരി ഹാപ്പി ദാറ്റ് എവറി സ്റ്റേറ്റ് ദേ പ്രൊവൈഡ്. ഇപ്പൊ ഉത്തരാഖണ്ഡിൽ നോക്കോളൂ, ദേ പ്രൊവൈഡ് ചെയ്യും. അവിടെ ഏത് സ്റ്റേറ്റ് ആണ്, ആരാണ് ഭരിക്കണമെന്ന് നോക്കില്ല സെൻട്രൽ ഗവൺമെന്റ്. കാരണം സെൻട്രലിന്റെ പാർട്ടല്ലേ സ്റ്റേറ്റ്, എല്ലാ സ്റ്റേറ്റും കൂടിയതാണല്ലോ നമ്മുടെ ഇന്ത്യ. അപ്പോ അത് അവിഭാജ്യ ഘടകല്ലേ എല്ലാം. അപ്പൊ അവിടെ ഒരു സ്റ്റേറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഇന്ത്യ ബാധിക്കുന്നതാണ്. മനസ്സിലായില്ലേ? കാരണം അല്ലാണ്ട് അത് അവര് ഭരിക്കുന്നോ, അല്ലെങ്കിൽ CPM ഭരിക്കുന്നോ, അല്ലെങ്കിൽ BJP ഭരിക്കുന്നോ, അല്ലെങ്കിൽ വേറെ കോൺഗ്രസ് ഭരിക്കുന്നോ, അത് ബാധകമല്ല ഇത്തരത്തിലുള്ള സമയത്ത്. അപ്പൊ നമ്മുടെ പ്രോഗ്രസ്, നമ്മുടെ നേഷന്റെ ഡെവലപ്മെന്റൽ ഇതില് എല്ലാവരും കോപ്പറേഷൻ എക്സ്റ്റെൻഡ് ചെയ്യണം. അർബൻ ലെവൽ മിഷൻ മോഡ് പ്രൊജക്ട്സ് ഓഫ് നാഷണൽ ഗവൺമെന്റ് പ്ലാൻ, കോമൺ സർവീസ് സെന്റർ, ഡിസ്ട്രിക്ട്, മുനിസിപ്പാലിറ്റി, ഗവേണൻസ്, ഇതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നോക്കൂ, പിന്നെ കോമൺ സർവീസ്, ഡിസ്ട്രിക്ട്, അതായത് ടു എൻഹാൻസ്, എന്താണ് കോമൺ പിന്നെ സർവീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ടെലിമെഡിസിൻ, അർബണില് ടെലിമെഡിസിൻ, ഇത് റൂറലിൽ പറ്റില്ല ഈ ടെലിമെഡിസിൻ ചിലപ്പോ. അർബൺ ഓക്കെ ടെലിമെഡിസിൻ, ഓക്കെ എന്റർടൈൻമെന്റ്, ഓക്കെ വലിയ വലിയ എന്റർടൈൻമെന്റ് ഒക്കെ സിറ്റിയിലല്ലേ പറ്റൂ. ഇപ്പൊ നമ്മുടെ അത്
വലിയ വലിയ സ്ക്രീനൊക്കെ ഉണ്ട്. സ്റ്റേറ്റ് നമ്മുടെ റൂറൽ ഏരിയ കൊണ്ടുപോയിട്ട് ആരെങ്കിലും കയറാൻ കാണാൻ ഇത്ര പൈസ ചിലവാക്കാൻ പറ്റുമോ? ഒരു ടിക്കറ്റിന് എത്ര പൈസ? ഒരു സിനിമ ടിക്കറ്റ് PBS മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, അത് ടിക്കറ്റ് തന്നെ ഭയങ്കര കോസ്റ്റാണ്, മനസ്സിലായില്ലേ? ഒരു നമ്മള് എന്തെങ്കിലും ഇത് പിന്നെ മേടിക്കണ സമയത്ത് തന്നെ 150 രൂപയാണ്. അതൊക്കെ നമ്മുടെ ഓർഡിനറി ആളുകൾക്ക് പറ്റില്ലല്ലോ. അപ്പോ എന്റർടൈൻമെന്റും ഇതൊക്കെ നമ്മുടെ ഇതാണ്. അപ്പോൾ ടെലിമെഡിസിൻ, എന്റർടൈൻമെന്റ് ആസ് വെൽ ആസ് അതർ പ്രൈവറ്റ് സർവീസസ് ഇത് ഗവൺമെന്റിലേക്ക്, അതായത് ഇതാണ് ഒബ്ജക്റ്റീവ് MMPയുടെ. പിന്നെ സർവീസ് എന്തൊക്കെയാണ് സിറ്റിയില്? ഓഫേഴ്സ് വെബ് എനേബിൾഡ് ഗവേണൻസ് സർവീസസ് റൂറൽ ഏരിയാസ് ഇൻക്ലൂഡിംഗ് ആപ്ലിക്കേഷൻ ഫോം, സർട്ടിഫിക്കറ്റ് ആൻഡ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ്. 2 ഡിസ്ട്രിക്റ്റും, അതായത് നോഡൽ ഏജൻസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഡിസ്ട്രിക്ട് നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവര് വളരെയധികം സഹായം ചെയ്യുന്നുണ്ട്. എന്താണ്? ഏതെല്ലാം വിധത്തില്? ടു എൻഹാൻസ് എഫിഷ്യൻസീസ് ഓഫ് ദ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അതിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സഹായം ചെയ്യുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി. ദി സൈബർ ക്രൈം, പോലീസ് ഡിപ്പാർട്ട്മെന്റില്, അങ്ങനെ പല ഇതും ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സോ ഡെലിവറി ടു ദ സിറ്റിസൺ. അതേപോലെ റീഡിസൈനിങ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രിക്റ്റിലെ റീഡിസൈനിങ് ഓഫ് ദ എക്സിസ്റ്റിംഗ് പ്രോസസ് ആൻഡ് ഡെലിവറി മെക്കാനിസം ടു ഫെസിലിറ്റേറ്റ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് സർവീസ് ഡെലിവറി സ്ട്രക്ചർ. അപ്പോൾ റീഡിസൈൻ ചെയ്യേണ്ടി വരും ചില പ്രോഗ്രാമൊക്കെ. ആദ്യത്തെ ഇതെല്ലാം ഇപ്പൊ ഓരോന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കില്ലേ. അപ്പൊ അതൊക്കെ അത് എന്തിനാണ്? എഫിഷ്യന്റ് ഡെലിവറി, നമ്മുടെ സർവീസ് നമുക്ക് നമ്മുടെ സിറ്റീസിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? പിന്നെ ഇത് കൂടാതെ മുനിസിപ്പാലിറ്റി, ഡിസ്ട്രിക്റ്റായി മുനിസിപ്പാലിറ്റി എന്താണ്? ഇത് ടൗണിലാണ് മുനിസിപ്പാലിറ്റി എലക്റ്റഡ് ആണ്. 5 കൊല്ലത്തില് ഒരു ഡിസ്ട്രിക്ട് പറഞ്ഞാൽ ഹെഡഡ് ബൈ ദ ഡിസ്ട്രിക്ട് കളക്ടർ. അതായത് നോർത്തിലെ ഡെപ്യൂട്ടി കമ്മീഷണർ എന്നാണ് പറയുക. ഇവിടെ സദേൺ സ്റ്റേറ്റിലൊക്കെ ചിലയിടത്തൊക്കെ ഡിസ്ട്രിക്ട് കളക്ടർ എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ആ കാലത്തുള്ള അതേ ട്രഡീഷനാണ്. മുനിസിപ്പാലിറ്റി പറഞ്ഞാൽ എലക്റ്റഡ് ബോഡിയാണ്, അതായത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കീഴിൽ വരുന്നതാണത്. മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്തൊക്കെ. മുനിസിപ്പാലിറ്റി പറഞ്ഞാൽ ഒരു ടൗണിലാണ് മുനിസിപ്പാലിറ്റി, അല്ലാണ്ട് റൂറൽ ഏരിയയിലല്ല, സിറ്റിയിലല്ല, ടൗണിലാണ് മുനിസിപ്പാലിറ്റി. അനവധി മുനിസിപ്പാലിറ്റി കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട്. ഓക്കെ, നൗ ഈ മുനിസിപ്പാലിറ്റിയിൽ എന്താണ് ഗുണങ്ങള്? സോ ടു ഓവർകം ദ ചാലഞ്ചസ് ബീയിങ് ഫേസ്ഡ് ഇൻ ദ വില്ലേജസ് ബൈ ദ സിറ്റിസൺ. ജനങ്ങൾക്ക് വില്ലേജില് എന്തെങ്കിലും ആവശ്യം, ചിലപ്പോൾ മരുന്ന് വാങ്ങണം പറയാം, വില്ലേജിൽ ആവശ്യം മരുന്ന് കിട്ടുമോ? അപ്പൊ ടൗണിലേക്ക് പോകും അല്ലേ? വില്ലേജിലെല്ലാം കിട്ടില്ലല്ലോ, എല്ലാ സാധനങ്ങളും കിട്ടും വില്ലേജില്. കാരണം അപ്പൊ അത് അവര് സിറ്റിയിലേക്ക് പോകും. സോ cater to the needs of the village folk. അപ്പൊ ടൗണില് ജനങ്ങളുടെ, വില്ലേജിലുള്ള ആളുകളുടെ, ഇപ്പം മെഡിസിൻ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ഇതായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഡെലിവറി, അത് ഇത്, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ. വില്ലേജിൽ പ്രൈമറി സ്കൂൾ ഉണ്ടാവും, ടൗണില് കോളേജസ് ഉണ്ടാവും. അപ്പൊ the relation should be there between rural and town, municipality. പിന്നെ മാത്രമല്ല ഈ മുനിസിപ്പാലിറ്റി ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. മുനിസിപ്പാലിറ്റി എല്ലാ കാര്യത്തിനും അറിയാലോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മുനിസിപ്പാലിറ്റി ചെയ്യുന്നത്. ഇപ്പൊ ട്രേഡ് ലൈസൻസ്, അനവധി നമ്മുടെ എന്റർടൈൻമെന്റ് ടാക്സ്, അതേമാതിരി സിനിമ തിയേറ്ററിൻ്റെ ഓരോരോ എല്ലാം അപ്രൂവൽ അവർ കൊടുക്കണം. പക്ഷേ ഓർക്കണേ, അപ്രൂവൽ കൊടുക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ റൂൾസ് പ്രകാരമാണ് കൊടുക്കാൻ പറ്റൂ. അവിടെ സെക്രട്ടറി ഉണ്ട്. അതിന്റെ അർത്ഥം മുനിസിപ്പൽ പ്രസിഡന്റ് പറഞ്ഞാൽ എല്ലാം കേൾക്കില്ല സെക്രട്ടറി. മുനിസിപ്പൽ പ്രസിഡന്റ് ഈസ് എലക്റ്റഡ്, പക്ഷെ സെക്രട്ടറി ഈസ് അപ്പോയിന്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ അവന് അയാൾക്ക് കൂടുതൽ ആ സ്ത്രീക്കോ അയാൾക്കോ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. പ്രസിഡന്റ് മേ കം ആൻഡ് ഗോ, സെക്രട്ടറി വിൽ ബി ദേർ. അയാളുടെ റെക്കോർഡും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ട അയാളാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. 5 കൊല്ലം കഴിഞ്ഞാൽ വേറെ ഇലക്ഷൻ വരും, ചിലപ്പോൾ ആ പാർട്ടി ഈ പാർട്ടി ഇതൊക്കെ വരും. ഓക്കെ, പിന്നെ സ്കീംസ് ടു ദ മൈനോറിറ്റി. ഓക്കെ, നൗ പിന്നെ നമ്മുടെ ട്രേഡ് ലൈസൻസ് മുനിസിപ്പാലിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നത്.
ഹൗസ് റെന്റ്, ഹൗസ് റിലേറ്റഡ് സർവീസ്. നമ്മുടെ നമ്പറിംഗ് ഒക്കെ, വീട്ടിന്റെ നമ്പറിംഗ് മുനിസിപ്പാലിറ്റി അല്ലേ ചെയ്യുന്നത്, അല്ലേ? ഓരോരോ വീട്ടിന്റെ നമ്പർ, റോഡ്, മറ്റേതിൻ്റെയൊക്കെ റെസിഡൻസ് ഒക്കെ, അല്ലേ? പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ബർത്ത് മുനിസിപ്പാലിറ്റി ചെയ്യാൻ, മറ്റേത് വില്ലേജ് പഞ്ചായത്ത് കേട്ടോ. ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ടൗണിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബർത്തിന്റെ സർട്ടിഫിക്കറ്റ്, ഡെത്തിന്റെ സർട്ടിഫിക്കറ്റ്, ഇൻകമിന്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ സോൾവൻസി, നമ്മുടെ പാപ്പറായ, അതായത് ഒരാൾക്ക് എല്ലാ കടങ്ങളാണ് വിചാരിക്കുക, കടന്നൊക്കെ അടയ്ക്കണം വിചാരിക്കുക, അല്ലെങ്കിൽ ചെറിയ കൊച്ചു കൊച്ചു കോട്ടേജ് ഇൻഡസ്ട്രി ഇതൊക്കെ ഉണ്ടല്ലോ, അതിന്റെ മുനിസിപ്പാലിറ്റി ലൈസൻസ് വേണം, പെട്ടെന്ന് അടയ്ക്കാൻ പറ്റില്ല. കാരണം അത് എന്തുകൊണ്ട് അടയ്ക്കണോ? കാരണം ജനങ്ങളുടെ ജോലി പോകും. അപ്പൊ അതിൻ്റെയൊക്കെ ഇത് ഇൻസോൾവൻസി പറ്റിയിട്ട്, അതിനെ പറ്റിയിട്ടും ഒക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് അവരാണ്, മുനിസിപ്പാലിറ്റിയാണ്. ചിലപ്പോൾ നമുക്ക് വയബിളാവാട്ട് വരും, ചിലതേ ഓടിക്കാൻ പറ്റാതെ വരും, മനസ്സിലായില്ലേ? കാരണം എക്സ്പെൻഡിച്ചറോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് കൂടിയിട്ടോ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ ട്രേഡ് യൂണിയൻ പ്രശ്നമായിട്ട് പലതും വരും. അപ്പൊ മുനിസിപ്പാലിറ്റിയാണ് അത് തീരുമാനിക്കേണ്ടത്. അതായത് ഇൻസോൾവൻസി അല്ലെങ്കിൽ കടങ്ങൾ വന്നാൽ ഓടിക്കാൻ പറ്റായ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പിന്നെ ഡിജിറ്റലൈസേഷൻ ഓഫ് ദ വില്ലേജ് ഇൻഫ്രാസ്ട്രക്ചർ ഓൺ എ മാപ്പ്. ഇപ്പൊ നമ്മുടെ വീടിന്റെയും അതേമാതിരി ഓരോന്നിന്റെയും മാപ്പ് ഡിജിറ്റൽ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അതൊക്കെ മുനിസിപ്പാലിറ്റി ഇഷ്യൂ ഉണ്ട്. കാരണം ഏത് സ്ഥലത്താണ് നിങ്ങളുടെ വീട്, അതൊക്കെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്. നൗ അർബൻ ഡെവലപ്മെന്റ്, അർബൻ ഗവേണൻസ്, അതായത് നോഡൽ ഏജൻസി മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ്, അതായത് സ്മാർട്ട് സിറ്റി ഇതൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ വേറൊരു കാര്യം, മെട്രോ റെയിലിൽ ഓടിക്കണം വിചാരിക്കുക, അത് സിറ്റിയിലാണ്, അത് അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ അപ്രൂവൽ വേണം. ഇതൊക്കെ ഇപ്പോ നമ്മുടെ നമ്മുടെ കേരളത്തിൽ റെയിൽ നിൽക്കുള്ളൂ, അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ അപ്രൂവൽ വേണം, എൻവയോൺമെന്റൽ ഉരുപ്പടി അപ്രൂവൽ വേണം, റെയിൽവേ അപ്രൂവൽ വേണം, അങ്ങനെ. കാരണം ഈ സിറ്റി ഡെവലപ്മെന്റ് ആണത്. അപ്പൊ അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ കീഴിലാണ് സിറ്റികൾ വരുന്നത്. സിറ്റി എന്ന് വെച്ചാൽ സ്റ്റേറ്റിന്റെ കീഴിലാണ്, അതല്ല. പക്ഷെ ഈ ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് ഉണ്ട്. അതേമാതിരി ഇപ്പോ യു ടേക്ക് ദി എക്സാമ്പിൾ കൊച്ചി മെട്രോ, യു ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ഡൽഹി മെട്രോ. ഇത് അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ ഇത് വേണം, അപ്രൂവല്. മാത്രമല്ല ഇതിലെ ബോർഡില് അവരുടെ ഇതുണ്ട്, മെമ്പറും ഡയറക്ടറൊക്കെ, മനസ്സിലായ? ഓക്കെ. അപ്പൊ അതൊന്ന്. പിന്നെ ഈ ഓരോരോ പ്രപ്പോസലും പുട്ടപ്പ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ് ആണ്. നമ്മളെ വലിയ വലിയ സിറ്റിയിൽ വല്ല പ്ലാനോ എന്തെങ്കിലും കൊണ്ടുവരുന്ന സമയത്ത് അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ അപ്രൂവൽ വേണം. നോക്കൂ, ഇന്നലെ കണ്ടു ലൈറ്റ് മെട്രോ പ്രോജക്ട് ഇൻ കാലിക്കറ്റ്, ഓക്കെ, അങ്ങനെ കണ്ടു ചിലത്. ഇവരുടെ അപ്രൂവൽ വേണം എല്ലാം, അല്ലെ ഫണ്ട് വേണ്ടേ, സ്റ്റേറ്റ് ഗവൺമെന്റിലൂടെ പൈസ, ഇതിന്റെ മുഴുവൻ അപ്രൂവൽ, എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഒക്കെ വേണ്ടേ? എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഇല്ലാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ഓർമ്മിക്കണം. അത് വളരെ, കാരണം അത് വാസ്തവമാണ്. നമ്മളിത് കാര്യമായിട്ട് എടുക്കണം, പ്രത്യേകിച്ച് സ്റ്റേറ്റിലെ കേരള. എന്താ കാരണം എന്ന് വെച്ചാൽ പ്രകൃതിയുടെ വികൃതി. ഇലക്ട്രോണിക്സ് നമ്മൾ എത്ര അഡ്വാൻസ് ആയാലും ശരി, പ്രകൃതിയോട് കളിക്കരുത്. എത്രയോ നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നില്ല. നമുക്ക് ഇന്നലെ നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ വീട്ടിൽ പോയ ചരിത്രം, വീട്ടിൽ പോയപ്പോൾ ഞാനൊരു ന്യൂസ് കേൾക്കുന്നത്, ഒരു നദിയിൽ സാധാരണ വെള്ളം കുറെ കഴിഞ്ഞപ്പോൾ നദിയുടെ ആ വെള്ളത്തിന്റെ ഫോഴ്സ് കൂടി, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് കലങ്ങി മറിഞ്ഞ് കംപ്ലീറ്റ് കുത്തി ഒലിച്ചു വരും. എവിടുന്നാണ്? അവിടെ മഴയും പെയ്യുന്നില്ല, കുത്തി ഒലിച്ചു വരണം കംപ്ലീറ്റ്, മനസ്സിലായില്ലേ? ഈ മഴ അവിടെ പെയ്തിട്ടുമില്ല, എവിടെയോ മഴ പെയ്തിട്ട് വെള്ളമാണത്. അപ്പോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത മാതിരിയല്ല കാലാവസ്ഥ. മഴ പെയ്യണം പറഞ്ഞാൽ മഴ പെയ്യുന്നില്ല, മഴ പെയ്യണ്ട എന്ന് പറയുന്ന സമയത്ത് അവിടെ പ്രളയം വരണം. കാലാവസ്ഥക്ക് വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും വരും. അപ്പൊ നമ്മൾ ഇത് വെൽ പ്രിപ്പയർഡ് ആവണം. നമ്മൾ എന്ത് പ്രോഗ്രാംസ് ഉണ്ടാക്കുമ്പോഴും എൻവയോൺമെന്റൽ ക്ലിയറൻസ് വളരെ 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 ആവശ്യമാണ്. നോക്കൂ, അതേമാതിരി ഇപ്പൊ നമ്മുടെ ചില സമയത്ത് റെയിൽവേയുടെ ഇപ്പൊ കണ്ടില്ലേ, നമ്മളെ ഒലിച്ചു പോകണ കണ്ടില്ലേ, റെയിൽവേ ലൈൻ നോർത്തില് റെയിൽവേ ലൈൻ പെട്ടെന്ന് വെള്ളം വന്ന് പെട്ടെന്ന് ഒലിച്ചു. റെയിൽവേ ലൈൻ അതിന് റെസ്റ്റോർ ചെയ്യാൻ എത്ര സമയം എടുക്കുന്ന വിചാരിച്ചാൽ കംപ്ലീറ്റ് പാലം വലിച്ചു പോയി. അത് ഇതിലാണ്, നദിയിലാണ്. ഇനി അത് ഉണ്ടാക്കണമെങ്കിൽ എത്ര സമയം പിടിക്കും?
അപ്പൊ ഇങ്ങനെയൊക്കെ അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ കുത്തി ഒലിച്ചു വരണം പെട്ടെന്ന്. അത് അപ്രതീക്ഷിതമായിട്ടുള്ളതൊന്നും ജനങ്ങൾ അതേമാതിരി സ്നോ ഫാളിങ്, അതിന്റെ സ്ലൈഡിങ്, അതേമാതിരി പെട്ടെന്ന് ഇത് പാളികൾ പൊളിഞ്ഞു വീഴുകയാണ് ചില സമയത്ത്, മേഘസ്ഫോടനം, ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇത് ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് തരുന്ന ഇൻസ്ട്രക്ഷൻസും ഒക്കെ വളരെ നമ്മൾ ശ്രദ്ധാപൂർവ്വം നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ, അതേമാതിരി ചില പ്രൊജക്റ്റ് ഈ പർവ്വതത്തിന്റെ തീരത്ത്, അതേമാതിരി ഇപ്പൊ ഹിമാലയത്തിന്റെ ഇതൊക്കെ അല്ലേ സൈഡ്, ഇതൊക്കെ എർത്ത് കേക്ക് പ്രോൺ ഏരിയയാണ്. ഹിമാചൽ പ്രദേശിന്റെ, അതിനകത്ത് മറ്റുള്ള സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ പൂനെയിലുണ്ട്, ലത്തൂറുണ്ട്, ഓരോ സ്ഥലത്തുണ്ട്. അപ്പൊ നിങ്ങൾ അതെന്താ വരുന്നുണ്ടോ എന്ന് വിചാരിച്ചാൽ നിങ്ങളോട് ചോദിച്ചിട്ടല്ലോ പിന്നെ ഭൂമി കുലുക്കം വരും. ഒരു സുപ്രഭാതം കൊണ്ട് വരും, അപ്പൊ കാണാൻ എല്ലാം പോണത്. എത്ര ആള് മരിച്ചു എന്ന് പോലും അറിയില്ല, കാരണം മണ്ണിന്റെ അടിയിലാണ് പോണത്. മനസ്സിലായില്ലേ? ഇങ്ങനെ എത്ര സംഭവിച്ചിട്ടില്ലേ ഇന്ത്യയില്? എത്രയോ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ വേറെ ഉത്തരാഖണ്ഡിലത്തെ സ്ഥിതി ആലോചിച്ചു. പെട്ടെന്ന് ബ്രിഡ്ജ്, പെട്ടെന്ന് ഇത് ആളുകൾ ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ കണക്ക് പോലും ഉണ്ടാവില്ല ചില സമയത്ത്. അങ്ങനെ സംഭവിച്ചു അവിടെ കേദാർനാഥിൽ. എന്താ കാരണം വെച്ചാൽ അവിടെ വരുന്നതെല്ലാം മറ്റുള്ള സ്റ്റേറ്റുകളിലത്തെ പിൽഗ്രീം മറ്റേതിനാണ് വരുന്നത് അവിടെ. അപ്പൊ അവിടെ ആരാണ് വരുന്നത്, അവിടെ കണക്കൊന്നുമില്ല. അപ്പൊ ഈ ഒലിച്ചു പോയാൽ ഗംഗയെ കൂടെ നദി കൂടെ ആണ് ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആട് ബംഗാളുകളുടെ എത്തും. എത്ര ആൾ മരിച്ചു പോയെന്ന് അവിടെ കണക്ക് പോലും ഇല്ല ചിലപ്പോ. എങ്ങനെ നിങ്ങൾ ഈ നടന്നു പോണ സമയത്ത് ഏതോ പ്രദേശത്തു നിന്ന് വന്നു നമ്മളൊരു അമ്പലത്തിലോ വേറെ എവിടെയെങ്കിലും പോണ സമയത്ത് നമ്മളെവിടെ എൻട്രി ചെയ്യണ്? നമ്മളവിടെ പിക്നിക്കിന് അല്ലെങ്കിൽ പിൽഗ്രീമിന് പോവല്ലേ അവിടെ ഒരു അമ്പലത്തിൽ എവിടെയെങ്കിലും. ആ സമയത്ത് അവിടെ കംപ്ലീറ്റ് ഇതായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അപ്പൊ ഞാൻ എന്താണ് പറയുന്നത്, ഇത്തരത്തിലുള്ള വാണിങ്ങും മറ്റേതൊക്കെ വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ മേഘസ്ഫോടനം, ഭൂമി കുലുക്കം, അതേമാതിരി നമ്മുടെ സുനാമി, ഇതൊക്കെ പെട്ടെന്ന് വരണത് ഈ മഴ. അപ്പൊ അതൊക്കെ നമ്മളെ പ്രിക്കോഷൻ എടുത്തിട്ട് ആ സമയത്ത് നമ്മളെ ട്രാവലിംഗ് അവോയ്ഡ് ചെയ്യണം. കാരണം മരങ്ങളെല്ലാം വീഴാനുള്ള ഇതിന്റെ മണ്ണ് ഒലിച്ചു വരും, കുത്തി ഒലിച്ചു വരും. അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഗവൺമെന്റ് വാൺ ചെയ്യാറുണ്ട്. ഇനി ICT ഇൻഫ്രാസ്ട്രക്ചറാണ് അടുത്ത്. എന്താ ICT ഇൻഫ്രാസ്ട്രക്ചർ? എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുക. ഇപ്പം മനസ്സിലായില്ലേ? ICT ഡിസ്ട്രിക്ട്സ് ആർ ബേസിക് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ഓഫ് ഗവൺമെന്റ് അല്ലെ? ഡിസ്ട്രിക്ട് ആണല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് അല്ലേ നമ്മുടെ ഗവൺമെന്റിന്റെ. പല ഡിസ്ട്രിക്റ്റും കൂടി തന്നെ ഒരു സ്റ്റേറ്റ്. അപ്പോൾ ഡിസ്ട്രിക്റ്റിന്റെ ഇതിന്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ വെൽ കണക്റ്റഡ് ആയിരിക്കണം. അവിടെ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ സെക്രട്ടറിയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഡിസ്ട്രിക്റ്റിൽ ഇങ്ങനെ എത്തണ്ടേ, ആ കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? അതേമാതിരി വീഡിയോ കോൺഫറൻസിങ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, പെട്ടെന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യണ്ടേ? ചില സമയത്ത് പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഓരോന്ന്. ഈവൻ എല്ലാ ഡിസ്ട്രിക്റ്റും അതേ ഓരോരോ ദിവസം അപ്ഡേറ്റ് കൊടുക്കണം. മറ്റേ ഇവിടേക്ക് എന്തൊക്കെ നടന്നെന്ന്, ഇവിടെ മരണം, സൂയിസൈഡൊക്കെ ഉണ്ടല്ലോ, സൂയിസൈഡോ കൊലപാതകമോ അല്ലെങ്കിൽ പോലീസ് വേറെ ഇതൊക്കെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തൊക്കെ നമ്മള് സെക്രട്ടറിയേറ്റ് അയക്കണം. അവരുള്ള ഇതുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. അവിടെ നടക്കണം, ഡെയിലി റിപ്പോർട്ട് കൊടുക്കണം അവിടെ. മനസ്സിലായില്ലേ? നോ നാഷണൽ ഇൻഫോർമേറ്റീവ് സെന്റർ ആണ് ഇതിന്റെ എല്ലാം നമ്മുടെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് അനുമതി. കാരണം അത് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ അതിലേ ഒരാളും ചോദ്യം ചോദിക്കില്ല. അതാണ് വേറൊരു കാര്യം. ഗവൺമെന്റിന്റെ സ്ഥാപനമാണത്. ഗവൺമെന്റ് സ്ഥാപനം. അയ്യോ നിങ്ങൾ കൊട്ടേഷൻ മേടിച്ചോ, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പാർട്ടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലോവസ്റ്റ് കൊട്ടേഷൻ മേടിക്കായിരുന്നില്ലേ എന്നൊന്നും ചോദിക്കാൻ പാടില്ല. നാഷണൽ ഇൻഫോർമേറ്റീവ് സെന്റർ അത് ഗവൺമെന്റിന്റെ ബോഡിയാണത്. അവരുടെ ഡ്യൂട്ടിയാണ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ നിങ്ങൾ ചോദിക്കുന്നത്, ഗവൺമെന്റ് ക്രിയേറ്റഡ് ബോഡിയാണത്. അപ്പൊ അതുകൊണ്ട് NIC മോസ്റ്റ് റിലയബിൾ ആൻഡ് എഫിഷ്യന്റ് സർവീസ് ദേ ആർ റെൻഡറിങ്, നോട്ട് ഓൺലി ഫോർ ഇന്ത്യ, അനവധി ഫോറിൻ കൺട്രീസ്, ഈവൻ ബ്രിട്ടീഷ് അണ്ടർഗ്രൗണ്ട് റെയിൽവേസ് ഇല്ലേ നമ്മുടെ ലണ്ടൻ, അതിൽ പോലും പല കൊളാബറേഷനും ഇവർ ചെയ്തിട്ടുണ്ട്. NIC വളരെ നല്ല സർവീസാണ് എല്ലാ സ്റ്റേറ്റിനും കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്കൊക്കെ വലിയ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് NIC, ഞാൻ പറഞ്ഞില്ലേ IPAG, ഇത് എല്ലാവർക്കും പറഞ്ഞു തരാൻ പറ്റില്ല. NIC ഇൻഫർമേഷൻ പ്ലാനിങ് ആൻഡ് അനലൈസിസ് ഗ്രൂപ്പ് പറഞ്ഞ ചെറിയ ഒരു ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത് പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സിൽ. അത് വികസിച്ചാണ് NIC ആയിട്ട് വന്നത്. ആദ്യത്തെ ഡയറക്ടർ ജനറൽ N ശേഷഗിരി കണ്ടിട്ടുണ്ട്. എത്രയോ ഞാൻ
അതാണ് ഇന്ന് NIC ആയിട്ട് പരിണമിച്ച് എല്ലാ സ്റ്റേറ്റിലും ഈ ടെലികോം ഫെസിലിറ്റീസ്, കമ്പ്യൂട്ടറൈസേഷൻ എല്ലാം റിട്ടൻലി അവൈലബിൾ. ഈ സേവ ആ സേവ ഇതൊക്കെ വില ചെയ്യുന്ന റെയിൽവേ ബുക്കിംഗ്, എയർലൈൻ ബുക്കിംഗ്, എവറിഥിങ് സോഫ്റ്റ്വെയർ ഈസ് ഡെവലപ്ഡ് ബൈ ദം. അതിന്റെ പുറമെ ഫോറിലും ഓക്കെ പ്രൊവിഷൻ ഓഫ് ബുക്കിംഗ് ഫെസിലിറ്റി. എന്താ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയി ബുക്ക് പറഞ്ഞില്ലേ? ഞാൻ റെയിൽവേയുടെ പ്ലെയിനിന്റെ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഇപ്പം എല്ലാം ഫിംഗർ ട്രിപ്പിലല്ലേ? അതേമാതിരി ഇപ്പം നിങ്ങൾ പ്ലെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണോ എല്ലാം നിങ്ങൾ മൊബൈലിൽ പോലും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ആരെ ഫെസിലിറ്റി ഇതൊക്കെ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. പണ്ട് എന്തായിരുന്നു? റെയിൽവേയിലെ ബോംബെയില് ഞാൻ നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് 3 ദിവസം ലൈനിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ആള് മാറി ലൈനിൽ ടിക്കറ്റ് ബുക്കിങ്. ടിക്കറ്റ് ഇല്ലേ, ആകെ ലിമിറ്റഡ് അല്ലേ കോട്ട. അത് നമ്മൾ ഈ 3 ദിവസം കഴിഞ്ഞിട്ട് അക്കൗണ്ടിൽ എത്തുമ്പോഴേക്ക് കോട്ട തീരും ചെയ്യും. അങ്ങനെയുള്ള ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് 1 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഞങ്ങളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അറിയാമോ? നാട്ടിലേക്ക് വരാൻ വേണ്ടി. ഇന്ന് നമ്മൾ എവിടെ ഇരുന്നാച്ചാൽ അവിടെ ഇരുന്നിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യണേ. നോക്കിയോ? ടാക്സി 200 ഇരുന്നിട്ടാണ് ടാക്സി ബുക്ക് ചെയ്യുന്നത്, 200 ഇരുന്നിട്ടാണ് പ്ലെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും 200 ഇരുന്നിട്ടാണ് നമ്മൾ മൊബൈലിലാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ ആരാ ഡെവലപ്പ് ചെയ്തത്? ഇതൊക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം NIC ആണ്. അത് ഓർക്കുക. നമ്മളിതെല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ആളുകളുടെയും ഇത് മറന്നു പോകരുതേ. അതാണ് ഞാൻ പറയാം കേട്ടോ. ഒരുപടി ആളുകളുടെ പ്രയത്നം, ഒരു ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് കംപ്ലീറ്റ്. ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഷൻ ഇംപ്രൂവ്മെന്റ്. പിന്നെ വേറൊരു കാര്യം, അപ്പോൾ അതായി ICT ഇൻഫർമേഷൻ. ഇനി ട്രാൻസ്പോർട്ടേഷൻ നോക്കൂ. ഈ ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? അത് വരുന്നുണ്ട് പിന്നീട്. അപ്പൊ അതിനു മുമ്പേ ഞാൻ പറയട്ടെ, ഈ ഓരോരോ സ്റ്റേറ്റിൽ ഓരോരോ ഇതുണ്ട്. കേരളത്തിലുണ്ട്, ഇത് പലതും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് കേരളത്തില്. ഈ നമ്മുടെ ഈ ഗവേണൻസ് പ്രൊജക്ട് കേരളത്തില് ഗോവ ഡ്യൂ ഡാമൻ, ഒഡീസ, മേഘാലയ, പഞ്ചാബ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, ഹിമാചൽ പ്രദേശ്, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഇവരൊക്കെ ഓരോരോ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് ഓരോരോ നല്ല ഇത് സോഫ്റ്റ്വെയർ ICT പ്രോഗ്രാംസ് അതാത് സ്റ്റേറ്റിലെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഇതൊക്കെ അവൈലബിൾ ആണ് ഈ ഫെസിലിറ്റീസ്. അത് എന്തൊക്കെ ഫെസിലിറ്റീസ്? അതായത് നോക്കൂ, ട്രാൻസ്പോർട്ടേഷൻ. എന്താ ട്രാൻസ്പോർട്ടേഷൻ? നോക്കൂ, ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞ ടൈം ടേബിള് നോക്കൂ. റെയിൽവേ ടൈം ടേബിൾ ഇല്ലേ? നിങ്ങൾക്കറിയാമോ പണ്ട് നമ്മുടെ ഇതില്ലേ ടെലിഫോൺ ഡയറക്ടറി 5 വോള്യമാണ്. ഇത് ഒരു വോള്യം ഇത്ര ഇതുണ്ടായിരിക്കും. ഒരാൾക്ക് എടുക്കാൻ പറ്റില്ല. ബോംബെയില് ഒരു ടെലിഫോണിന് 5 വോള്യം കിട്ടും. ഇത്രയുണ്ട് ഒരു വോള്യം. 3, 4, 5 ഒക്കെ വോള്യമാണ് അവിടെ. കാരണം അത്ര ടെലിഫോൺ കണക്ഷൻ അല്ലേ അവിടെ. അപ്പൊ ഒരാൾക്ക് ലൈൻ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഇത് കിട്ടും, കാശ് കൊടുക്കണ്ട. പിന്നെന്തോ 100 രൂപ എന്തോ ചാർജ് ചെയ്യണം പണ്ട്. ഇതിന് നമ്മൾ ലൈനിൽ നിൽക്കണം. അത് ഒരാൾക്ക് ഒരു ഓഫീസിൽ തന്നെ 5-8 ടെലിഫോൺ ഉണ്ടായിരിക്കും. അപ്പൊ 5-8 പറയുമ്പോൾ ഇത്ര നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തോളൂ, അത്ര ബുക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരേണ്ടി വരും. ഇത്രയുണ്ട്, ഒരു വോള്യം ഇത്രയും ഉണ്ടാവും. ഇന്നത്തെ സ്ഥിതിയാ CD. മനസ്സിലായോ? നിങ്ങൾ റെയിൽവേ ടൈം ടേബിൾ നോക്കൂ. ഇന്നിപ്പോ എല്ലാം അവൈലബിൾ ആണ്. എല്ലാം നമുക്ക് ഫിംഗർ ടിപ്പിലാണ്. നിങ്ങൾ അടിച്ചു നോക്കൂ, അതിൽ കിട്ടും ഏതാ വണ്ടി. ഇപ്പൊ എവിടെ എന്തിനാ നമ്മുടെ റെയിൽവേ ടൈം ടേബിളിന്റെ ആവശ്യം? എന്താ? നിങ്ങളുടെ മൊബൈലുണ്ടല്ലോ എല്ലാം, എവിടെയും പോണ്ടല്ലോ. പണ്ട് ഈ വണ്ടിയുടെ ഡിപ്പാർച്ചർ ടൈം എന്താണ്, ഇതൊക്കെ നമുക്ക് നോക്കണ്ടേ? അപ്പൊ അതാണ് ട്രാൻസ്പോർട്ടേഷൻ. ദാറ്റ് ഈസ് അറൈവൽ, ഡിപ്പാർച്ചർ. മാത്രമല്ലല്ലോ, ഈ ട്രെയിൻ എവിടെ നിൽക്കുന്ന അതും കൂടി അറിയാലോ. വേർ ഇറ്റ് റീച്ച്ഡ്, അതും കൂടി ഉണ്ടല്ലോ. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് അപ്പൊ ചെന്നൈയിലേക്ക് വരികയാണെന്ന്, ഇപ്പൊ എവിടെയാണ്, വാട്ട് ഇസ് ദ പ്രസന്റ് സ്റ്റാറ്റസ്, വേർ ദ ട്രെയിൻ ഈസ്, അതും കണ്ടുപിടിക്കാം. എത്ര മണിക്ക് എത്തുമ്പോഴേ അതും കണ്ടുപിടിക്കാം. എത്ര കമ്പാർട്ട്മെന്റ് കോച്ച് ഉണ്ട് അതും. അത് മാത്രമല്ലല്ലോ, നിങ്ങളൊരു റെയിൽവേയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പാർട്ട്മെന്റ്, നിങ്ങളുടെ സീറ്റ്, എഞ്ചിന് എത്രാമത്തേതാണ്, അത്, നിങ്ങളുടെ AC കോച്ച് എവിടെയാണ്, ഓർഡിനറി കോച്ച് എവിടെയാണ്, ബ്രേക്ക് വാൻ എവിടെയാണ്, എല്ലാം റെഡി. എങ്ങനെയത് തന്നെ ഇതൊക്കെ മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനിലും
വളരെ അധികം ഇതേമാതിരി ICT വളരെ ഇതുണ്ട്. അതായത് പിന്നെ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി നോക്കൂ, ബുക്കിംഗ്, നമ്മുടെ രജിസ്ട്രേഷൻ. 1 മിനിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തെങ്കിലും ഒരു അപകടം പറ്റി ഓടിപ്പോയി വിചാരിക്കുക, വണ്ടി ഇടിച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് പിടിക്കുക. അതെങ്ങനെയത്? നിങ്ങളെ ഇവിടെ ഇടിച്ചിട്ട് നിങ്ങൾ വണ്ടി ഇട്ടിട്ട് ചിലപ്പോൾ ഓടിണ്ടാവും, 5 മിനിറ്റ് കൊണ്ട് അവിടെ പിടിക്കും നിങ്ങൾ. അതെങ്ങനെയത്? ട്രാൻസ്പോർട്ടിൽ എല്ലാ ഇൻഫർമേഷൻ അവൈലബിൾ ആണ് അവിടെ. അവിടെ നിങ്ങൾക്ക് അവിടെ കളിക്കാനൊന്നും പറ്റില്ല. കാരണം എവറിതിങ് കമ്പ്യൂട്ടറൈസ് നൗ ഡേയ്സ്, യുനോ, എവറിതിങ് കംപ്ലീറ്റ്. അവിടെ ഇതുകൊണ്ട് കൊടുത്താൽ മതി, ഇന്ന നമ്പർ ധാരടയാണ്, പിടിക്കും. മനസ്സിലായില്ലേ എങ്ങനെ? അപ്പൊ ഇതൊക്കെയാണ് സൗകര്യങ്ങൾ. സിറ്റിയിലൊക്കെ ഇത് നടക്കുന്നതല്ലേ. ക്രൈം നോക്കിക്കോളൂ. ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ക്രൈം. CCTV ക്യാമറ ഇല്ലേ, എന്തെല്ലാം. ഇപ്പൊ ATM ഒക്കെ ഒരു ഇത് ചെയ്യുന്നു, പിടിക്കുന്ന ഇങ്ങനെ പിന്നീട് പിടിക്കും. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോ. അപ്പൊ ഇതിനൊക്കെ നമ്മുടെ ICT എത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈബർ ലോ അതേമാതിരി, പോലീസും അതേ വളരെയധികം. അപ്പൊ ഇതൊക്കെ ഡാറ്റ നമുക്ക് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഡാറ്റ, റീജിയണൽ ട്രാൻസ്പോർട്ട് പ്ലാൻ പറഞ്ഞു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട, സിറ്റിയിലെ കൺജസ്റ്റഡ് ആയിട്ടുള്ള പ്ലേസ് ഉണ്ട്, എത്രയോ ഉണ്ട്, പറയേണ്ട ആവശ്യമില്ലല്ലോ. മുംബൈയിലാണെന്ന് നോക്കിക്കോളൂ, ബായകുളം ആയിക്കോട്ടെ, വിക്ടോറിയ ടെർമിനൽ സ്റ്റേഷൻ ആയിക്കോട്ടെ, മെട്രോ ആയിക്കോട്ടെ, വെസ്റ്റേൺ റെയിൽവേ ഏരിയ ആയിക്കോട്ടെ, അതേമാതിരി എല്ലായിടത്തും കൺജസ്റ്റഡ്. അത് അവിടെ അറിയാം, അവർക്ക് അറിയാം ഇവിടുന്ന് ഇതെവിടെ കൺജസ്റ്റഡ്, വണ്ടി എവിടെയാണ്. അവിടെ എത്തും. അപ്പോഴേക്ക് നമ്മുടെ ട്രാഫിക് പോലീസ് എത്തും ഇവിടെ. ചിലപ്പോൾ സിഗ്നൽ ഫെയിൽ ചെയ്യാൻ വിചാരിക്കുക. സിഗ്നൽ ഫെയിലറായി, എന്താണ് സ്ഥിതി? സിഗ്നൽ ഫെയിലറായി എന്താ സ്ഥിതി അറിയാമോ? അങ്ങോട്ടും ഒക്കെ വാഹനം കൂട്ടിയിടിക്കും. പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് അവിടെ അറിയാം ഇതെവിടെ പോയതെന്ന്. അപ്പൊ അതൊക്കെയാണ്, കണ്ടോ, കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തുമ്പോഴേക്ക് ട്രാഫിക് പോലീസും എല്ലാം. അപ്പൊ എങ്ങനെയാണ് സാധ്യം? ഇതൊക്കെ ICT. റീജിയണൽ ട്രാൻസ്പോർട്ട് പ്ലാൻ, കൺജഷൻ എവിടെയുണ്ടോ അവിടെ. അതേമാതിരി പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി, കംപ്ലീറ്റ് അവിടെ ട്രാഫിക് ജാമായി, എല്ലാം അപ്പോഴേക്ക് എത്തി പോലീസ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് മാനേജ്മെന്റ് അതും നമ്മുടെ ഇതിന് ചെയ്യുന്നു. ഓക്കെ, നോ ഇതിന്റെ പുറമെ ഓരോരോ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു പല സ്കീമുണ്ട്. നമ്മുടെ സിറ്റിസൺ ഫ്രണ്ട്ലി ഗവൺമെന്റിന്റെ പല പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ വാഹൻ സാരഥി ഒരു പ്ലാൻ ഉണ്ട്. ഒറീസ ഗവൺമെന്റിന്റെ OSRTC ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഇതുണ്ട്. ഹിമാചൽ പ്രദേശ് റോഡ് ട്രാൻസ്പോർട്ടേഷന്റെ HRTC. അതിലൊക്കെ സീറ്റ് എത്ര അവൈലബിൾ ആണ്, എൻക്വയറി, ഡിപ്പാർച്ചർ, ഈ ബസ് സിമിലേക്ക് എത്ര കാണിക്കും, ചഹലിക്ക് എത്ര പ്രാവശ്യം, മറ്റേ പർവാണു എവിടേക്കാണ് പോകുന്നത്, ഒക്കെ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടും, കമ്പ്യൂട്ടറിൽ കിട്ടും. അതെങ്ങനെയത് തന്നെ അവരുടെ ഓരോരോ ഇതുണ്ട്, വെബ്സൈറ്റ് മറ്റേതൊക്കെ ഉണ്ട്. ഓക്കെ, നോ ഹിമാചൽ. അപ്പൊ ഓരോരോ സ്റ്റേറ്റും തമ്മിൽ ഒറീസ ചെയ്തിട്ടുണ്ട്. അതേമാതിരി അതിനൊക്കെ ബ്രാൻഡ് ഉണ്ട്, സാരഥി, വാഹൻ, CST, HRTC അങ്ങനെ. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? അർബൻ ഇതില് ഓൺലൈൻ ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാം, കാശ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? വണ്ടി എവിടെ എത്തുമ്പോഴേക്കും മറ്റേത് റെഡി ആവും, അപ്പോഴേക്കും അതിനും നമുക്ക് രണ്ടാമത് ലൈനിൽ നിൽക്കേണ്ട ആവശ്യമില്ല. പേയ്മെന്റ് ഓഫ് ബിൽ, ഇലക്ട്രിസിറ്റി, വാട്ടർ, എവറിഥിങ് എല്ലാം നമുക്ക് അതിൽ. നമ്മുടെ കോളേജ് ഫീ കുട്ടികളുടെ എല്ലാം നമുക്ക് അതിലടയ്ക്കാം. പേയ്മെന്റ് ഓഫ് ടാക്സ്, നികുതി, എന്ത് ടാക്സ് ആയിക്കോട്ടെ, നമ്മുടെ ഇൻകം ടാക്സിന്റെ ആയിക്കോട്ടെ, സെയിൽസ് ടാക്സിന്റെ ആയിക്കോട്ടെ, എന്ത് ടാക്സ് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ടാക്സ് ആയിക്കോട്ടെ, എല്ലാം അടയ്ക്കാനുള്ള സൗകര്യം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേയ്മെന്റ്. പിന്നെ വീട്ടിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ വീട് വെക്കാൻ അതിന്റെ EMI റിപ്പീറ്റ് ചെയ്യാനും സൗകര്യമുണ്ട്. ഓക്കെ, ഫ്രണ്ട് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു സ്കീമാണ്, ഒരു പാക്കേജ് ആണത്. അതില് നമ്മുടെ ഒരു പ്രൊജക്റ്റ് ആണ്. അതിൽ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനും, വാട്ടർ ബില്ല് അടയ്ക്കാനും, റവന്യൂ ടാക്സ്, ലാൻഡിന്റെ ടാക്സ് അടയ്ക്കാനും, പിന്നെ ലൈസൻസ് ഫീ അടയ്ക്കാനും, മോട്ടോർ വെഹിക്കിളിന്റെ ഇത് അടയ്ക്കാനും, യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഇത് ഡെവലപ്പ് ചെയ്ത പ്രൊജക്റ്റ് ആണ് ഫ്രണ്ട്സ് ചങ്ങാതിമാര്. അടുത്തത് സേവ ആന്ധ്രാപ്രദേശ് സെയിം തന്നെ അവൈലബിള്, ലൈസൻസ്, കണ്ടക്ടിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ. പിന്നെ BWSSB ബാംഗ്ലൂർ ഇതേമാതിരി തന്നെ എവരി മന്ത് ബില്ല്, വീട്ടിന്റെ വാടക, അതേമാതിരി അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് ഗോവ ഡാമൻ ആൻഡ് DU ഗോവയില അവിടെയുള്ളതാണ് ഡൊമസ്റ്റിക്, അതിലും ഇതന്നെ. പിന്നെ ഈ പൗരസഭ
മുനിസിപ്പൽ ആപ്ലിക്കേഷൻ, അതായത് അത് വേറൊരു സ്റ്റേറ്റിന്റെ ഇതാണ്. പിന്നെ അതേമാതിരി ലോകമിത്ര ഹിമാചൽ പ്രദേശിലുള്ള ഇതാണ് നമ്മുടെ ടെൻഡർ ഇൻഫർമേഷൻ കിട്ടാനുള്ളത്, ടെൻഡർ ഡോക്യുമെന്റ്സ്, മാട്രിമോണി കല്യാണത്തിന്റെ ഇത് സർവീസ്, വില്ലേജ് ആയിട്ടുള്ള കണക്ഷൻ, ഇമെയിൽ, ഇതൊക്കെ അതിന്റെ സ്കീമാണ് ലോകമിത്ര ഹിമാചൽ പ്രദേശ്. നെക്സ്റ്റ് മഹിതി ശക്തി, അത് നമ്മുടെ സിറ്റിസന്റെ ഗുജറാത്തിലുള്ള ഒരു സ്കീമാണത്. ഗുജറാത്ത് പ്രൊവൈഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഇറ്റ്സ് വർക്കിംഗ് ടു ദ സിറ്റിസൺ. ഓരോരോ ഗുജറാത്ത് ഗവൺമെന്റിന്റെ ഇതാണ്. പിന്നെ അടുത്തത് ആന്ധ്രാപ്രദേശിലുള്ള വേറൊരു സ്കീം OLTP, അത് അവരും അതെ ഇതേമാതിരി സിംഗിൾ നെറ്റ്വർക്കാണ്. അത് 16 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ഈ ഒരൊറ്റ പ്രൊജക്റ്റിലുണ്ട്. അതായത് OLTP, അതായത് 16 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് കണക്റ്റഡ് ആണത് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന്റെ. യെസ്, മുനിസിപ്പൽ സർവീസിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളെ ഹൗസ് ടാക്സ് കൊടുക്കുന്നു, ബില്ലിങ് കൊടുക്കുന്നു, റെക്കോർഡ് അവർ ലാൻഡിന്റെ റെക്കോർഡ് പ്രോപ്പർട്ടിയുടെ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, സ്കെച്ചും മറ്റേതൊക്കെ മാപ്പും ഇതൊക്കെ. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു മുനിസിപ്പാലിറ്റി. ഇപ്പൊ നമ്മൾ അർബൻ ഡെവലപ്മെന്റ് ഇതിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് അത് കംപ്ലീറ്റ്. ലൈസൻസ് ഇതെല്ലാം ഇപ്പോൾ ഓൺലൈനാണ് കംപ്ലീറ്റ്. ഇതെല്ലാം ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം ഒറ്റ ഇതിൽ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ഒരു മാസത്തിൽ എത്ര ആൾ മരിച്ചിട്ടുണ്ട് അവിടെ നിന്ന്, ഒരു എത്ര കുട്ടികൾ ജനിച്ചിട്ടുണ്ടെന്ന് ഒറ്റ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ICT എത്ര ലൈസൻസ് ഇഷ്യൂ ചെയ്തു, അത് മീഡിയം സ്കെയിൽ എത്ര, അതേമാതിരി കോട്ടേജ് ഇൻഡസ്ട്രീസ് എത്ര, അതാത് കോഡുണ്ട്, അതാണ് അടിച്ചാൽ ഇങ്ങോട്ട് വരും. അതേമാതിരി എത്ര പ്രൊഫഷണൽ ടാക്സ് അടച്ചു, ഒറ്റ മിനിറ്റ് അടിച്ച പ്രൊഫഷണൽ ടാക്സ്, അതിന്റെ ഒരു കോഡുണ്ട്, അടിച്ചാൽ ഇങ്ങോട്ട് വരും. നോക്കിയോ, അപ്പൊ എത്രയാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ. പെട്ടെന്ന് ഡാറ്റ അവൈലബിൾ ആവും, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ. ഇനി ത്രിപുര നോക്കൂ, ട്രിസ്, അവിടെയും ഈ രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ അതേമാതിരി ഓൺലൈൻ ഇതിന്റെ ഇതൊക്കെയാണ്. പിന്നെ റോഡ് ടാക്സ് ഇതൊക്കെയാണ് ഓരോരോ സ്റ്റേറ്റിൽ ഇതേമാതിരി ഉണ്ട്. പിന്നെ വേറൊന്ന് വേറെ ഭൂസൽ, ഇത് എവിടേത്, ലാൻഡ് അക്വിസിഷൻ, ഭൂമി, ഓരോ പ്രോഗ്രാമാണ്. രാജസ്ഥാൻ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചില ഇതുണ്ട്, അതായത് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ് റിക്വയർമെന്റ്, ഇതിനെ പറ്റിയിട്ടൊക്കെ അവിടെ ഒരു സ്കീമുണ്ട്. അങ്ങനെ പിന്നെ സെൻട്രൽ പൊല്യൂഷൻ ബോർഡിന്റെ ചില സ്കീമുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ട്. ഇനി ഓൺലൈൻ ടാക്സേഷൻ പറഞ്ഞല്ലോ, മുനിസിപ്പൽ റോഡ്സ് ആൻഡ് ട്രാഫിക് ഇതെല്ലാം പറഞ്ഞു. സ്മാർട്ട് സിറ്റീസ് മിഷൻ വളരെ ശ്രദ്ധിക്കുക. സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞ് കേൾക്കല്ലോ, എല്ലാ സംസ്ഥാനത്തിലും ഉണ്ടല്ലോ. ഇതാരാ അപ്രൂവ്? സെൻട്രൽ ഗവൺമെന്റ്. ആര്? അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രി. എന്തിന്? അതാണത്. അതായത് എവർ ഇൻക്രീസിങ് അപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ദ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് is supporting a much more collaborative relationship between city governments, citizens and businesses. സിറ്റിയും ഗവൺമെന്റും സിറ്റിസൺസും ബിസിനസ്സും കൂടി എല്ലാം കൂടി കൊളാബറേറ്റ് ചെയ്യുന്നതാണ് സ്മാർട്ട് സിറ്റി മിഷൻ വരുന്നത്. ദിസ് ട്രെൻഡ് ഈസ് driving the smart cities phenomenon worldwide. The definition of a smart city continues to evolve, but a consistent component is the application of information communication technology, internet of things. അപ്പൊ ഇതിനൊക്കെ ഒരു കാര്യം, ഇത്തരത്തിലുള്ള സ്മാർട്ട് സിറ്റി വരണ സമയത്ത് ഇന്റർനെറ്റ് ഫെസിലിറ്റി വേണം. ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കണം. പല കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്തു കൊടുക്കണം. റോഡ്, വളരെ വൈഡ് റോഡ്, ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ്. ഓക്കെ, ലാൻഡ്, ഗുഡ് ഗ്രീനറി, മറ്റേ പാർക്കിംഗ് ഫെസിലിറ്റീസ്, ഇതൊക്കെ ഇന്റർനെറ്റ് മറ്റേതൊക്കെ ഉണ്ടല്ലോ. സ്മാർട്ട് സിറ്റീസ് മിഷൻ ഈസ് ആൻ അർബൻ റിന്യൂവൽ ആൻഡ് ഇതൊരു പ്രോഗ്രാമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. 2005 സ്റ്റാർട്ട് ചെയ്ത്. ആദ്യം 100 സിറ്റിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത്, സ്മാർട്ട് സിറ്റി all over the country, making them citizen friendly and sustainable. ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും നമ്മുടെ ടൗൺ ഡെവലപ്മെന്റ്, സിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണിത്. അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയാണ് ഇതിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിന്റെ ഫണ്ടും ഇതൊക്കെ കൊടുക്കുന്നത്.
സ്മാർട്ട് സിറ്റിയുടെ. അപ്പോൾ ചില ഓരോ സ്റ്റേറ്റിന് ഇത്ര പൈസ കൊടുക്കുന്നുണ്ട്, അത് ഡെവലപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കണം അതേമാതിരി. പക്ഷേ ഡെവലപ്പ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട്, കാരണം എന്താ പറയുക, എംപ്ലോയ്മെന്റ് ക്രിയേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, road widening, national highways and other thing, and decent, standard of living. Okay, അതേമാതിരി വുമൺ എംപവർമെന്റ്, ലേഡീസിന് ഈ സ്മാർട്ട് സിറ്റിയിലെ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ IT-യിലെ സ്ത്രീകളാണ്. ഇപ്പോൾ ഉദാഹരണം, ഐ ക്യാൻ ടെൽ യു ദാറ്റ് 50 to 60% ഈ ഇൻഫോ പാർക്ക് കൊച്ചിയിൽ ഗേൾസ് ആണ്, ലേഡീസ് ആണ്. ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ് ദാറ്റ് അത് വുമൺ എംപവർമെന്റ്, അവർക്ക് നല്ല സൗകര്യങ്ങളും ജീവിത നിലവാരം ഉയർത്താനുള്ള ഒരു സാഹചര്യമാണ് IT. എല്ലാവരും അത് വളരെ, കാരണം അതുമല്ല, ദേ ആർ വെരി സിൻസിയർ, വെരി ഡെഡിക്കേറ്റഡ്, വെരി കാം, പ്ലസന്റ്, എവറിഥിങ്. ഒരു പ്രശ്നമില്ലാണ്ട് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, പോകുന്നു. മനസ്സിലായില്ലേ? അവർക്ക് വേറെ ഒന്നും അവർ നോക്കില്ല, അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, എന്താണ് അസൈൻമെന്റ്, അത് കഴിഞ്ഞ് പോകുന്നു. സോ ദേ ആർ ഓൾ ക്വാളിഫൈഡ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ സ്മാർട്ട് സിറ്റിയിൽ അത് അനവധി പ്രൊജക്റ്റ് ഉണ്ട്, അതിലൊക്കെ സ്ത്രീകളും ഉണ്ട്. അതാണ് വളരെ ഒരു കാരണം, സ്ത്രീകൾക്കും വളരെയധികം മുൻഗണന കൊടുത്തിട്ടുണ്ട്. എന്താണ്, അവർക്ക് അവരുടേതായ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം ഇതൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇൻറപ്റ്റഡ് പവർ സപ്ലൈ എൻഷുർ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, ബസ്, ഇതൊക്കെ ഈസിലി വൈൽ കമ്മിങ് ആൻഡ് ഗോയിങ്, അതിൻ്റെ ഷെൽട്ടർ, മറ്റേ ഇതൊക്കെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഈ സ്മാർട്ട് സിറ്റി ചെയ്തു കൊടുക്കണം. കാരണം സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? സോ അപ്ലിക്കേഷൻ ഓഫ് സ്മാർട്ട് സൊല്യൂഷൻ വിൽ എനേബിൾ സിറ്റീസ് ടു യൂസ് ടെക്നോളജി. സ്മാർട്ട് സിറ്റിയിൽ ടെക്നോളജി, IT, ഇൻഫർമേഷൻ, ഡാറ്റ. നിങ്ങളെ നോട്ട് ഓൺലി ദാറ്റ്, നിങ്ങളവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ പോരാ, റോഡ് ഉണ്ടാക്കിയാൽ പോരാ, യു ഹാവ് ടു ക്രിയേറ്റ് an atmosphere, environment that people come and invest, അല്ലെങ്കിൽ അവിടെ വന്ന് ജോലി ചെയ്യാനുള്ള വളരെ അന്തരീക്ഷം കൂടി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കടമയാണ്. അല്ലാണ്ട് സ്മാർട്ട് സിറ്റി പറഞ്ഞിട്ട് അവിടെ റൂം ഇതുണ്ടാക്കിയെന്ന് വിചാരിക്കുക, വലിയത് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിലെല്ലാ സൗകര്യങ്ങളും, സാലറി ആയിക്കോട്ടെ, മറ്റുള്ള എംപ്ലോയീസിന്റെ സാലറി ആയിക്കോട്ടെ, ഒരു 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 എന്താ പറയുക, സെക്യൂർഡ് ജോബ്, അതേമാതിരി ഡിസിപ്ലിൻഡ് ഇത് വർക്ക് ഫോഴ്സ്, ഇതൊക്കെ അത്യാവശ്യമാണ്. ട്രാൻസ്പോർട്ടേഷൻ, എവറിഥിങ്. കാരണം രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും ഡ്യൂട്ടി ചെയ്യണ സ്ത്രീകൾക്ക്, അവരെ പിക്കപ്പ് മറ്റേതൊക്കെ വേണം, വളരെ സെക്യൂരിറ്റി, ഇതൊക്കെ വളരെ ഇതായിരിക്കണം. അതിനൊക്കെ കാരണം നമ്മുടെ എല്ലാം IT കമ്പനിയും അങ്ങനെയാണല്ലോ. ആൻഡ് വളരെ, കാരണം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ജോലി ചെയ്യുന്നല്ലേ. അപ്പോൾ ദേ ആർ ഓൾ വർക്കിംഗ് ആസ് എ ടീം ആൻഡ് പ്രൊഡ്യൂസിങ് ദ റിസൾട്ട്, ആൻഡ് വിത്ത് ദ റിസൾട്ട് ഓഫ് വിച്ച് അവർ we are generating a lot of funds for the development of the nation. IT plays an important role. എത്ര ടേൺ ഓവർ ആണെന്ന് ആലോചിച്ച്, എത്ര ആളെ, 4-5 ലക്ഷമാണ് ആളുകളെ ജോലി ചെയ്യുന്നത്. 5 × 5 25 ലക്ഷം ആളുകളാണ് വെറും TCSന്റെ വെറും ജോലി കൊണ്ട് ജീവിക്കുന്നത്. അതെ, ഡയറക്ട്ലി, ഇൻഡയറക്ട്ലി വേറെ, അതിലത്തെ ഓരോന്ന് സപ്ലൈ ചെയ്തിട്ട് മറ്റേ അത് വേറെ. ഒരാൾ ജോലി ചെയ്താൽ 5 ആൾ ജീവിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ 5 ലക്ഷം ആളുണ്ടെങ്കിൽ 25 ലക്ഷം അതന്നെ ഇല്ലേ ഡയറക്റ്റ്. പക്ഷെ 25 ലക്ഷം ആളുകൾ പട്ടിണി കിടക്കില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ഇതുണ്ടല്ലോ, കോൺട്രാക്ട്, സബ് കോൺട്രാക്ട്, സെക്യൂരിറ്റി, ക്ലീനിങ്, ആ ക്യാൻറ്റീന്, അതിന്റെ ആളുകൾ വേറെ. ഐ ഹാവ് സീൻ ദറ്റ് വൺ ക്യാൻറ്റീൻ 3500 ആളാണ് ഒരു സമയത്ത്, ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ ഇൻഫോ പാർക്കിൽ, കൊച്ചി, ഒരേ സമയത്ത് 3500 ആൾ ജോലി. അപ്പൊ ഇത് ഉണ്ടാക്കാനുള്ള ആളുകൾ വേണ്ടേ, ക്യാൻറ്റീൻ വേണ്ടേ, കോൺട്രാക്ടർ വേണ്ടേ, സെക്യൂരിറ്റി ഒക്കെ വേണ്ടേ, എത്രയോ നില ബിൽഡിംഗ്, 17-18 നില ബിൽഡിങ്ങുകളൊക്കെയാണ്. അപ്പൊ ഇതിനൊക്കെ എത്ര ആൾക്ക് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ട്. അതൊക്കെ സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ട്, ഇവർക്കൊക്കെ അത് വേറെ എംപ്ലോയ്മെന്റ്, ഓർത്തോളൂ, അവർക്കും ജീവിക്കുന്നു, ഇതിന് പുറമേണത്. പിന്നെ മെറ്റീരിയൽ സപ്ലൈ, ഈ ഉണ്ടാക്കുന്നത് വാങ്ങൽ, ഇതെല്ലാം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഐറ്റംസ് ഉണ്ട്, അത് ഗുഡ്സ്, സാധനങ്ങൾ, മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ്. അപ്പൊ അതോ അവിടെയും വെണ്ടർ ഡെവലപ്മെന്റ് ഒക്കെ, അവിടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ അല്ലേ. പിന്നെ കസ്റ്റമർ, നിങ്ങളുടെ കസ്റ്റമർ വാങ്ങുന്നു, അപ്പൊ അവിടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ അല്ലേ. നിങ്ങളുടെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ അത് യൂസ് ചെയ്യുന്നില്ലേ. അപ്പോൾ അവിടെ എംപ്ലോയ്മെന്റ്, അപ്പൊ എവിടെയൊക്കെ എംപ്ലോയ്മെന്റ് ജനറേഷൻ, വെണ്ടർ ഡെവലപ്മെന്റ് അവിടെ
ഇത് നിങ്ങളുടെ അവിടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ, കസ്റ്റമർ ഇത് വാങ്ങുന്നു, എന്നിട്ട് അവരെന്തൊക്കെ ബിസിനസ് ചെയ്യുന്നു, അവിടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ. അപ്പോൾ നോക്കൂ എത്രത്തോളം. സോ വി ആർ പ്രൊവൈഡിങ് ലോട്ട് ഓഫ് എംപ്ലോയ്മെന്റ് by way of creating this type of smart cities in the country. Okay, so comprehensive development ആണ് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ് പറഞ്ഞില്ലേ. നോക്കൂ പണ്ട് എന്തായിരുന്നു, ഇന്ന് എന്താണ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ജസ്റ്റ് ആലോചിച്ച് നോക്കൂ. പണ്ട് നമ്മളൊരു അംബാസിഡർ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറും കൊണ്ട് ഓടിയിരുന്നതാണ് നമ്മുടെ റോഡിൽ കൂടെ അല്ലേ. ഇന്നത്തെ സ്ഥിതി എന്താ? റോഡിലൊന്ന് ഇറങ്ങി നോക്കൂ, എല്ലാവിധ മോഡലും നിങ്ങൾക്ക് റോഡിൽ നിന്ന് കാണാൻ പറ്റും അല്ലേ. വണ്ടി ഇപ്പൊ കാറിന്റെ, മോട്ടോർ സൈക്കിൾ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. മറക്കരുതേ, അതായത് ലോകത്തിലെ 2 വീലർ മാനുഫാക്ചറിംഗിലെ നമ്പർ 1 ആണ് ഇന്ത്യ. അതും ഇവിടെയാണ്. യു ടേക്ക് ദി എക്സാമ്പിൾ കൊച്ചി. ഏറ്റവും കൂടുതൽ മാരുതി കാർ എല്ലാ ബ്രാൻഡും വിൽക്കുന്നത് കൊച്ചിയാണ്. ഒരു ഡീലറ് 20-21 പ്രാവശ്യം കണ്ടിന്യൂസ്ലി ബെസ്റ്റ് നമ്പർ 1 അവാർഡ് വാങ്ങിക്കാൻ ഒരാള്. 17-18 വരെ എനിക്ക് ഓർമ്മയുണ്ട്. കൺസിസ്റ്റന്റ്ലി എല്ലാ ബ്രാൻഡും ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് കൊച്ചിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചെറിയൊരു സിറ്റിയാണ് കൊച്ചി, 10 ലക്ഷം പോപ്പുലേഷനേ ഉള്ളൂ. അവിടുത്തെ സിറ്റിയാണ് ഇത് പറയുന്നത്. അപ്പോ ഇതില് എംപ്ലോയ്മെന്റ് ജനറേഷൻ നോക്കൂന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് എത്ര ആൾ ജീവിക്കുന്നുണ്ട് അതും കൂടി ഓർക്കൂ. അവിടെ എത്ര മാരുതി പ്ലാനിൽ എത്ര നോക്കൂ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എല്ലായിടത്തും ഡെലിവറി ചെയ്യണ്ടേ. അപ്പോൾ ആലോചിച്ച് നോക്കൂ. സോ ദിസ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് സപ്പോർട്ട് ഈസ് വെരി വെരി എസെൻഷ്യൽ ആൻഡ് ഗവൺമെന്റ് ഈസ് വെരി കൈൻഡ് ഇനഫ് ടു ഹെൽപ്പ് ദിസ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ടു ഗ്രോ ഫർദർ. അപ്പൊ നിങ്ങൾക്കറിയാം, ഏതാനും മിന്നാന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അമൃത ഹോസ്പിറ്റൽ ഫരീദാബാദ് നമ്പർ 1 ഇൻ ഓൾ ഏഷ്യ, മനസ്സിലായില്ലേ. മെഡിക്കൽ ഫെസിലിറ്റീസിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എത്രയോ 6000 കോടിയുടെ. ജസ്റ്റ് എത്ര ആള് ജോലി ചെയ്യും അവിടെ, ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതിനൊക്കെ ഗവൺമെന്റും പലവിധ, അവിടെ ലാൻഡ് കൊടുത്തിട്ടില്ലേ. അവിടെ ഹരിയാന ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി, അൺഇൻറപ്റ്റഡ് ഇലക്ട്രിസിറ്റി അല്ലേ കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം, ഇത് നിങ്ങൾ അറിയാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. പല സ്റ്റേറ്റ് ഗവൺമെന്റും ടാക്സ് ഫ്രീ ആണ്. 4-5 കൊല്ലത്തിന് 10 പൈസ ടാക്സ് മേടിക്കില്ല. യു സെറ്റപ്പ് ദി ഇൻഡസ്ട്രി ഹിയർ, പ്രൊവൈഡ് സം എംപ്ലോയ്മെന്റ് ടു ദ ലോക്കൽ പീപ്പിൾ. കാരണം നമ്മുടെ ആളുകൾക്ക് കുറച്ച് ജോലി കൊടുക്കും. പിന്നെ എന്ന് പറയും ടാക്സ് 5 കൊല്ലം ഒരു ടാക്സും കൊടുക്കണ്ട. അങ്ങനെയുണ്ട്. പിന്നെ ലാൻഡിന് പർച്ചേസ് ചെയ്യുന്ന പൈസ കൊടുക്കും, അവർ ലാൻഡ് കൊടുക്കും. അങ്ങനെയല്ലേ ഈ മാരുതിയൊക്കെ അവിടെ വന്ന്. നിങ്ങൾ വിചാരിക്കണം മാരുതി പർച്ചേസ് ചെയ്താണെന്ന്. ഹരിയാന ഗവൺമെന്റ് കൊടുത്താണ് ലാൻഡ്. അങ്ങനെ പലതും കേട്ടോ. അപ്പൊ സോ ദേ ആർ പ്രൊവൈഡിങ് ലാൻഡ് ആൻഡ് ദെൻ റോഡ്, ദെൻ ടൗൺഷിപ്പ്, ദെൻ അൺഇൻറപ്റ്റഡ് പവർ സപ്ലൈ. ഇതെല്ലാം അത്യാവശ്യം അത് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായില്ലേ. അപ്പൊ അതാണിത്. ഓക്കെ, നൗ ഇവിടെ വേറൊരു കാര്യം. അപ്പൊ സ്മാർട്ട് സിറ്റിയെ പറ്റിയിട്ട് പറഞ്ഞു. അപ്ലിക്കേഷൻ ഓഫ് സ്മാർട്ട് സൊല്യൂഷൻ വിൽ എനേബിൾ സിറ്റീസ് ടു യൂസ് ടെക്നോളജി, ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ. അപ്പൊ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യ എന്തായിരുന്നു ഒരു കാലത്ത്, ഇന്ത്യ എന്താണ് ഇന്ന്. ഈ ICT വന്നതിന് ശേഷം എവിടെ എത്തി? ലോകത്തിലെ 3ാമത്തെ മാൻ പവർ സപ്ലൈ IT നമ്മുടെ ആളുകളാണ്, ഇന്ത്യയാണ്. മനസ്സിലായോ? ഇന്ത്യ. അപ്പൊ അതൊന്ന്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ IT എഞ്ചിനീയേഴ്സും എല്ലാം ഉള്ളത് ഇവിടെ ഇന്ത്യയില്, കേരളത്തിലുമാണ്. കേരളമാണ് നമ്മുടെ ലോകത്തിൽ 3ാം സ്ഥാനമാണ് ഇന്ത്യയിലത്തെ എഞ്ചിനീയേഴ്സ് നമ്മുടെ IT-യിൽ. എവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ രാഷ്ട്രങ്ങളും, ഈവൻ USA, they are appreciating the work done by Indian engineers. അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ ഇന്ത്യയിലത്തെ. ഒരിക്കലും ഒരു രാജ്യവും ഇന്ത്യയിലത്തെ ആളുകൾ വർക്ക് ചെയ്യുന്നില്ല പറയില്ല. അപ്പൊ അങ്ങനെ വെൽ ട്രെയിൻഡ് ആണ് നമ്മുടെ ആളുകൾ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ ജോലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ അവിടെ പോകും. കാരണം അവിടെ കൂടുതൽ ശമ്പളം കിട്ടും. അത്രേ ഉള്ളൂ. നമ്മളിവിടെ നല്ല ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിവിടെ തന്നെ നിൽക്കും. പക്ഷെ അവർ അതിനനുസരിച്ചുള്ള ജോലി ശമ്പളം കൊടുക്കണം. ഞാൻ നല്ല ആൾറെഡി ഞാൻ പറഞ്ഞു. അപ്പൊ ഇതാണെന്ന്. അപ്പൊ സ്മാർട്ട് സിറ്റി പറ്റിയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി so International Telecommunication Union defined a smart sustainable city, okay, a innovative city. സിറ്റിയെ കണ്ടെടുക്കുക, ഇല്ലാത്ത സിറ്റി ഉണ്ടാക്കുക, അതല്ലേ ചെയ്യണം അവിടുന്ന് അല്ലേ. എവിടെ കിടക്കുന്ന കാടും പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് നമ്മൾ നന്നാക്കിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത് ഉണ്ടാക്കുന്നത് അല്ലേ. ഓക്കെ, സോ
വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അർബൻ ഓപ്പറേഷൻ, സർവീസ്, കോമ്പറ്റിറ്റീവ്നെസ്, ഇതെല്ലാം അത്യാവശ്യമാണ്. പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷനും അത് ഹെൽപ്പ് ചെയ്യില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പിന്നെ ഒരു കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണോ അത് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നാളേക്ക് വേണ്ടിയിട്ടും കൂടിയാണ്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഹോസ്പിറ്റൽ പണിയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അത് എത്രയോ വർഷങ്ങൾ അതിന്റെ ഇത് നമ്മളിപ്പോ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇൻ ഡൽഹി, ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇൻ ഡൽഹി, ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അവർ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയതാണ് ഇത് ഓരോന്ന് മെഡിക്കൽ കെയർ. ഇന്നും പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എത്ര ജനറേഷനായി? അങ്ങനെ ഇരിക്കണം. കാരണം നമ്മൾ നമ്മുടെ മാത്രം സെൽഫിഷ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത്, വെള്ളം ആയിക്കോട്ടെ, വായു ആയിക്കോട്ടെ, മലിനമാക്കി, അങ്ങനെയല്ല. നമുക്കല്ല, വരുന്ന ജനറേഷന് വേണ്ടി നമ്മൾ റിസർവ് ചെയ്യണം. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ഓരോരോ ബിൽഡിംഗ് എന്തെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കി, ടാറ്റ എത്ര ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ടാറ്റ ജനറേഷൻസ് എത്ര സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരതിന്റെ ഗുണഭോക്തൃ? നമ്മുടെ ജനങ്ങളല്ലേ. എത്ര വർഷങ്ങൾ മുമ്പേ സെറ്റപ്പ് ചെയ്ത ഓരോരോ ഇതാണ് നമ്മുടെ ടിസ്കോ. 1921 ഇന്നും അതേ മരിക്കുന്നു, അല്ലേ? നിങ്ങൾ നോക്കൂ, ടാറ്റ മെമ്മോറിയൽ എത്ര കൊല്ലം മുമ്പേ, ഇന്നും അതേമാതിരി നിൽക്കുന്നു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽസ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഐ വാസ് സെലക്ടഡ് ഫ്രം ദ. അത് അന്നത്തെ മാതിരി ഇന്നും നിൽക്കുന്നു. അത് അപ്പൊ എന്താണ്? ജനറേഷൻ ബൈ ജനറേഷൻ അത് ഇന്നും നിലനിൽക്കുന്നു. അതാണ് വളരെ ഒരു നല്ല കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഗുണങ്ങൾ സ്മാർട്ട് സിറ്റിയിൽ ഒക്കെ. അപ്പൊ സ്മാർട്ട് സിറ്റി മിഷൻ ഉണ്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അത് ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. ഹാർനസിങ് ദ ടെക്നോളജി. അതേമാതിരി നിങ്ങൾക്ക് ഏത് ടെക്നോളജിയും ഇതേമാതിരി. പക്ഷെ ഒരു കാര്യം, എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യും. അതേമാതിരി ഗ്രീൻ ഇതാണ് കംപ്ലീറ്റ്. ഒരു വിധത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാകില്ല അത്തരത്തിലുള്ള സ്മാർട്ട് സിറ്റിയിൽ. പിന്നെ അപ്പൊ നമുക്ക് don't worry about air pollution or water pollution or some other pollution. ഓക്കെ, അങ്ങനത്തെ ഇതൊന്നും നിങ്ങൾക്ക് ലൈസൻസ് കിട്ടില്ല അവിടെ. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പല റിലാക്സേഷൻ അവിടെ കിട്ടും. ഗവൺമെന്റിന്റെ ടാക്സ്, മറ്റേതിന്റെ കൺസംഷൻ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ വാങ്ങുന്നതിന് ചില നികുതി കൊടുക്കുന്നതിന്റെ റീഫണ്ട് കിട്ടും നിങ്ങൾക്ക്, സെസ്, ഇതേമാതിരിയുള്ള സ്ഥലങ്ങളിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ട്. ഗവൺമെന്റ് ഒരുപാട് ഗ്രീൻ ഫീൽഡ് ഏരിയ, ഇവിടെ ആ ഏരിയ വളരെ 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 പീസ്ഫുൾ ആയിരിക്കും, ഗ്രീനറി ആയിരിക്കും, അത് ഗ്രീൻ ഫീൽഡ് ആയിരിക്കും. പിന്നെ സ്മാർട്ട് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും, കോംപ്രഹെൻസീവ് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇൻക്ലൂസീവ് സിറ്റീസ് എല്ലാ ഇത് ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓരോരോ ബഡ്ജറ്റിലും ഇത് അവതരിപ്പിക്കും, ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പോണു എന്ന്. ഓക്കെ, അപ്പോ ഇവിടെ പറയാനുള്ളത്, ബൈ വേ ഓഫ് ദിസ് ICT നമ്മുടെ അർബൻ ഏരിയയിലും വളരെയധികം പ്രയോജനം. നോക്ക്, നിങ്ങൾ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് മെട്രോ. നിങ്ങൾ ബോംബെയിലത്തെ ഇലക്ട്രിക് ട്രെയിൻ നോക്കിയോളൂ. കംപ്ലീറ്റ് പകുതി മുക്കാൽ ഇപ്പൊ ഡ്രൈവറും കൂടി വേണ്ട മെട്രോയില്, ഓട്ടോമാറ്റിക് ആണത് കംപ്ലീറ്റ്. നോക്കിക്കോളൂ, കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പൊ ICT എവിടെ കംപ്ലീറ്റ് കമ്പ്യൂട്ടർ കൺട്രോളാണ് എവറിഥിങ്. അതേമാതിരി ബോംബെയിലെ ഈ ഇലക്ട്രിക് ഇതില്ല, ട്രാക്ക്, മറ്റേത് കംപ്ലീറ്റ് ടെലികമ്മ്യൂണിക്കേഷന്റെ ഇതാണ്, കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആണ്. കംപ്ലീറ്റ് ഈ ഓരോരോ സിഗ്നൽ ചേഞ്ച് ചെയ്യുന്നതും മറ്റേ ട്രാക്ക് അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് പ്ലാറ്റ്ഫോം നമ്പർ 1, 2, 3 ഇതെല്ലാം കമ്പ്യൂട്ടർ കൺട്രോളാണ് കംപ്ലീറ്റ്. സോ അപ്പൊ മെട്രോ ആയിക്കോട്ടെ, ഡ്രൈവർ വേണ്ട, പൈലറ്റ് വേണ്ട, അത് സോറി എന്താ പറയാ, മോട്ടോർമാൻ വേണ്ട, വണ്ടി ഓടിക്കൊണ്ടിരിക്കും. അത്ര ഡെവലപ്പായി നമ്മള്. ഇപ്പൊ ഈ കൊച്ചി മെട്രോയിൽ തന്നെ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. മെട്രോ ഇത് ആവശ്യമില്ല, പക്ഷെ ഉണ്ട്, ചിലപ്പോൾ ആവശ്യങ്ങൾ ഉണ്ട്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. അതാണ് ടെക്നോളജി ഡെവലപ്മെന്റ്. സോ ICT പ്ലേ എ കീ റോൾ ഇൻ അർബൻ ഡെവലപ്മെന്റ്. ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞു, സെൻട്രലും സ്റ്റേറ്റിലും. കാരണം ഒരു കാര്യം, സ്റ്റേറ്റിൽ മാത്രമല്ലോ സിറ്റി, ചണ്ഡീഗഡ് ദാറ്റ് ഈസ് എ യൂണിയൻ ടെറിട്ടറി. അപ്പൊ സെൻട്രലിന്റെ കീഴിൽ വരുന്നത്. അപ്പൊ സെൻട്രലിലും സിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ ഡൽഹി ഇതൊക്കെ നോക്കിക്കോളൂ. അതേമാതിരി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ട്രൈ ടു ഓഗ്മെന്റ് ഡെലിവറി ഓഫ് ബേസിക് അർബൻ സർവീസ് ലൈക്ക് ബിൽ പേയ്മെന്റ്, ബിൽഡിംഗ് പെർമിഷൻ, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക, ഓരോരോ ഗവൺമെന്റ് പ്ലാന്, പ്രൊജക്ട്. അതേമാതിരി ഈ ഡിസ്ട്രിക്റ്റിന് വേണ്ട സൗകര്യം കൊടുക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൊടുക്കുക, മുനിസിപ്പാലിറ്റിക്ക് വേണ്ട ഗുണം കൊടുക്കുക, ഓരോരോ ഫണ്ട് കൊടുക്കുക. അതേമാതിരി പ്രോപ്പർ ഗവേണിങ്ങിന് ഇതിലുള്ള ഇത് കൊടുക്കുക, ഗൈഡ് ലൈൻസ് കൊടുക്കുക. അതേമാതിരി മോണിറ്റർ ചെയ്യുക. Government of India has come up with recently smart city mission.
അത് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്മാർട്ട് സിറ്റി മിഷൻ നമ്മുടെ 100ഓളം സിറ്റിയിലുണ്ട്, വിച്ച് ഗീവ്സ് പ്രൈമസി ടു ദ അഡോപ്ഷൻ ഓഫ് ദ ചെറിയ ചെറിയ സിറ്റികളെ എടുത്തിട്ട് അഡോപ്റ്റ് ചെയ്തിട്ട് അർബൻ പ്രോബ്ലം ത്രൂ ICT സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഗവൺമെന്റും പരിശ്രമിക്കുന്നു. താങ്ക് യു വെരി മച്ച്.